ഏവർക്കും സ്മാർട്ട് പി സിയിലേക്ക് സ്വാഗതം. 2024 PSC ചോദിച്ച 50 ഭരണഘടനാ ചോദ്യങ്ങൾ അത് നമ്മൾ ഇന്നിവിടെ വർക്കൗട്ട് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾ ഈ വർഷം എഴുതാൻ പോകുന്ന പരീക്ഷകൾക്ക് ഈ ഒരു വർക്കൗട്ട് ഉറപ്പായിട്ടും യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് ഈ 50ഓളം ചോദ്യങ്ങൾ കൃത്യമായി എൻ്റെ കൂടെ വർക്കൗട്ട് ചെയ്യുക. അതിനുശേഷം എത്ര മാർക്ക് ലഭിച്ചു എന്നുള്ള കാര്യം കമൻറ്റ് ചെയ്യുക. പിന്നെ അടുത്ത് ഇതുപോലെ ഏത് വിഷയം ചെയ്യണമെന്നുള്ള കാര്യവും കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്യുക. ഈ 60 ക്വസ്റ്റ്യൻസ് ഒക്കെ നോട്ട് ചെയ്ത് വെക്കണം. കാരണം നിങ്ങൾക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും ഈ ക്വസ്റ്റ്യൻസ് പലതവണ എന്ത് ചെയ്യുന്നുണ്ട്, റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അത് നിങ്ങൾ ഈ വർഷം എഴുതാൻ പോകുന്ന എക്സാംസിന് ഉറപ്പായിട്ടും എന്ത് ചെയ്യും, യൂസ്ഫുൾ ആകും. ഓക്കെ, അപ്പം നന്നായിട്ട് ചെയ്യുക. അടുത്തിനി ഏത് വിഷയം ഇതുപോലെ ചെയ്യണം എന്നുള്ള കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്ന കുട്ടികൾക്ക് ഒരുപാട് ഉപകാരപ്പെട്ടിട്ടുള്ള ഒന്നാണ് ഈ പറയുന്ന PYQ റിവിഷൻ എന്ന് പറയുന്നത്. സബ്ജക്റ്റ് വൈസ് ഞാൻ നടത്തുന്ന PYQ റിവിഷൻ എന്ന് പറയുന്നത്. സോ ഓൾ ദ ബെസ്റ്റ്. എല്ലാവരും നന്നായിട്ട് ചെയ്യുക. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം ഒന്ന് ചെയ്തേ. ഭരണഘടനയുടെ ആമുഖവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് എന്നതാണ് ചോദ്യം. എല്ലാവരും ഒന്ന് ഉത്തരം ചെയ്തേ. ഓക്കെ, അതില് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഞങ്ങൾ ഭാരത ജനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആമുഖം തുടങ്ങുന്നത്. ശരിയോ തെറ്റോ? ശരിയോ തെറ്റോ? ഞങ്ങൾ ഭാരത ജനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആമുഖം തുടങ്ങുന്നത്. ശരിയോ തെറ്റോ? ഒന്നാമത്തത് തെറ്റാണ്. തെറ്റാണ്. അടുത്ത, ഞങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആമുഖം തുടങ്ങുന്നത്. അതും തെറ്റാണ്. ഓക്കെ, നമ്മുടെ ആമുഖം തുടങ്ങുന്ന എങ്ങനെയാണ്ടാ? വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, ഭാരതത്തിലെ ജനങ്ങളായ നാം എന്നാണ്. മനസ്സിലായോ? ആമുഖം സ്റ്റാർട്ട് ചെയ്യുന്നത് ഭാരതത്തിലെ ജനങ്ങളായ നാം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ആമുഖം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും തെറ്റാണ്. അതായത് ഞങ്ങൾ ഭാരത ജനങ്ങൾ, അത് തെറ്റാണ്. ഞങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾ, അതും തെറ്റാണ്. ഭാരതത്തിലെ ജനങ്ങളായ നാം എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ആമുഖം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതാണ് കറക്റ്റ് വേണ്ടത്. അപ്പൊ അത് രണ്ടും ഇവിടെ ഇല്ല. ഇനി ഈ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, സാമൂഹിക രാഷ്ട്രീയ സാമ്പത്തിക നീതി ഉറപ്പ് നൽകുന്നു. നമ്മുടെ ആമുഖത്തില് ഈ പറയുന്ന സാമൂഹിക രാഷ്ട്രീയ സാമ്പത്തിക നീതി ഉറപ്പ് നൽകുന്നുണ്ടോ? ഉണ്ട്, നമ്മളത് പഠിക്കുന്നുണ്ട്. നമ്മൾ ഈ ഒരു ആശയം നമ്മൾ കടമെടുത്തിരിക്കുന്നതിന് എവിടെ നിന്നാണ്? സാമൂഹിക രാഷ്ട്രീയ സാമ്പത്തിക നീതി എന്നൊരു ആശയം നമ്മൾ കടമെടുത്തിരിക്കുന്നതിന് റഷ്യയിൽ നിന്നാണ്. അതായത് ഇവിടെ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് മാത്രമേ ശരിയായിട്ടുള്ളൂ. അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് ഈ ക്വസ്റ്റ്യൻ PSC എന്ത് ചെയ്തു? ക്യാൻസൽ ചെയ്തു കേട്ടോ. ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആയിരുന്നു. ഓക്കെ, അപ്പൊ നിങ്ങൾ മറക്കണ്ട, ആമുഖം സ്റ്റാർട്ട് ചെയ്യുന്നത് ഭാരതത്തിലെ ജനങ്ങളായ നാം, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നതാണ് ആമുഖത്തിന്റെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത്. ഈ പറഞ്ഞ കാര്യം ശരിയാണ്. സാമൂഹിക രാഷ്ട്രീയ സാമ്പത്തിക നീതി ഉറപ്പ് നൽകുന്നു, അത് കറക്റ്റ് ആണ്. നമ്മൾ ഇത് എവിടുന്ന് കടമെടുത്തു എന്ന് കേട്ട് കഴിഞ്ഞാൽ അത് എവിടുന്ന കടമെടുത്തിരിക്കുന്നത്? റഷ്യൻ വിപ്ലവത്തിൽ നിന്നാണ് സാമൂഹിക രാഷ്ട്രീയ സാമ്പത്തിക നീതി എന്ന ആ ഒരു ഭാഗം നമ്മൾ കടമെടുത്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അടുത്ത രണ്ടാമത്തെ ചോദ്യം ചെയ്തേ. ഇന്ത്യൻ ഭരണഘടന കടമെടുത്ത ആശയങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് എന്നതാണ് ചോദ്യം. ഇന്ത്യൻ ഭരണഘടന കടമെടുത്ത ആശയങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ് ചോദ്യം. നോക്കാം, ശ്രദ്ധിച്ച് ചെയ്യും എല്ലാവരും. ഒന്നാമത്തത് മൗലിക അവകാശങ്ങൾ അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് കടം കൊണ്ടത്. ശരിയോ തെറ്റോ? ശരിയാണ് അല്ലെ? മൗലിക അവകാശങ്ങൾ നമ്മൾ അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്. ഒന്നാമത്തെ ശരിയാണ്. നിർദ്ദേശക തത്വങ്ങൾ ഐറിഷ് ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തത്. അതും ശരിയാണ്. ഒന്നും രണ്ടും ശരിയാണ്. ഓക്കെ, നിയമനിർമ്മാണ പ്രക്രിയ കനേഡിയൻ ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തത്. ശരിയോ തെറ്റോ? നിയമനിർമ്മാണ പ്രക്രിയ കനേഡിയൻ ഭരണഘടന കടമെടുത്തത്. ശരിയോ തെറ്റോ? അത് തെറ്റാണ്. മൂന്നാമത്തെ പ്രസ്താവന തെറ്റാണ്. നിയമനിർമ്മാണ പ്രക്രിയ കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ് കുട്ടികളെ? അത് ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നാണ് നമ്മൾ നിയമനിർമ്മാണ പ്രക്രിയ കടമെടുത്തിരിക്കുന്നത്. ഓക്കെ, അതായത് ഇവിടെ 1ഉം 2ഉം മാത്രമേ ശരിയായിട്ട് വരത്തുള്ളൂ. അപ്പൊ ഓപ്ഷൻ എ ആണ് ആൻസർ. ഓപ്ഷൻ എ. ശ്രദ്ധിച്ച് ചെയ്യട്ടെ. ഒരുപാട് ആൾക്കാരൊക്കെ തെറ്റൊക്കെ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിച്ച് വായിച്ച് ചെയ്. ഈസി ക്വസ്റ്റ്യൻസ് ആണെല്ലാം. ഓക്കെ,
അടുത്ത മൂന്നാമത്തെ ചോദ്യം ചെയ്തേ. റിട്ടുകളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? റിട്ടുകളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും മാത്രമേ റിട്ടുകൾ പുറപ്പെടുവിക്കാൻ അധികാരമുള്ളൂ. സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും മാത്രമേ റിട്ടുകൾ പുറപ്പെടുവിക്കാൻ അധികാരമുള്ളൂ. ശരിയോ തെറ്റോ? ശരിയാണ്. നമ്മുടെ രാജ്യത്ത് സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും മാത്രമേ റിട്ടുകൾ പുറപ്പെടുവിക്കാൻ അധികാരമുള്ളൂ. ഒന്നാമത്തെ പ്രസ്താവന എന്താണ്? ശരിയാണ്. രണ്ടാമത്തെ പ്രസ്താവന സുപ്രീം കോടതിക്ക് മാത്രമേ റിട്ടുകൾ പുറപ്പെടുവിക്കാവൂ, അത് ശരിയാണോ? അത് തെറ്റാണ്. സുപ്രീം കോടതിക്ക് മാത്രമല്ല റിട്ട് പുറപ്പെടുവിക്കാൻ കഴിയുന്നത്, ഹൈക്കോടതിക്കും കഴിയും അല്ലെ? അത് നമ്മൾ പഠിക്കുന്നുണ്ട്. ആർട്ടിക്കിള് 32 പ്രകാരം സുപ്രീം കോടതിക്കും ആർട്ടിക്കിള് 226 പ്രകാരം ആർക്ക്? ഹൈക്കോടതികൾക്കും റിട്ടുകൾ പുറപ്പെടുവിക്കാൻ കഴിയും. ഓക്കെ. സുപ്രീം കോടതി മൗലിക അവകാശവുമായി ബന്ധപ്പെട്ട് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? റിട്ടുകൾ പുറപ്പെടുവിക്കത്തുള്ളൂ. എന്നാൽ ഹൈക്കോടതി അങ്ങനെയാണോ? ഹൈക്കോടതി അങ്ങനെയല്ല. മൗലിക അവകാശങ്ങളും നിയമാവകാശങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അല്ലെ, മൗലിക അവകാശങ്ങളും നിയമാവകാശങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഹൈക്കോടതി എന്ത് ചെയ്യാറുണ്ട്? റിട്ടുകൾ പുറപ്പെടുവിക്കാറുണ്ട് കേട്ടോ. അത് ഓർത്തിരിക്കുക. അടുത്ത് സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും ജില്ലാ കോടതിക്കും റിട്ട് പുറപ്പെടുവിക്കാം. ജില്ലാ കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കൽ അധികാരം ഉണ്ടോ? ഇല്ല. സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും മാത്രമേ റിട്ട് പുറപ്പെടുവിക്കൽ അധികാരമുള്ളൂ. ഓക്കെ. അപ്പൊ അതുകൊണ്ട് മൂന്നാമത്തെ തെറ്റാണ്. ശരിയായ പ്രസ്താവന ഒരെണ്ണം മാത്രം, ഓപ്ഷൻ ബി, ഓൺലി വൺ. ഓക്കെ. ഈസി ക്വസ്റ്റ്യൻ ആണ്. ശരി. അടുത്ത ചോദ്യം. നിർദ്ദേശക തത്വവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന എന്നാണ് ചോദ്യം. ഓക്കെ. പിള്ളേരെ ഇത് നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ പ്രസ്താവന നിർദ്ദേശക തത്വങ്ങൾ നീതിയുക്തമാണ്. എന്താണ് ഈ നീതിയുക്തമാണ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ് നീതിയുക്തമാണ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ് നീതിയുക്തമാണ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ്? അത് ഉപയോഗിച്ചുകൊണ്ട്, നിർദ്ദേശക തത്വങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കോടതിയിൽ നിന്ന് നീതി നേടിയെടുക്കാം എന്നതാണ് പറയുന്നത്. മനസ്സിലായ? നീതി നേടിയെടുക്കാം എന്ന് പറഞ്ഞു. അപ്പൊ നമ്മള് പഠിക്കുന്നുണ്ട്, മൗലിക അവകാശങ്ങളാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോടതിയിൽ നിന്ന് നമുക്ക് കോടതിയിൽ നിന്ന് നമുക്ക് നീതി നേടിയെടുക്കാൻ കഴിയുന്നതാണ്, അല്ലെങ്കിൽ നമുക്ക് ന്യായവാദത്തിന് നമുക്ക് കോടതിയിൽ പോകാൻ കഴിയുന്നതാണ്. പക്ഷെ നിർദ്ദേശക തത്വങ്ങൾ എന്തല്ല? നീതിയുക്തമല്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ. ഇത് നീതിയുക്തമാണെന്നാണ് പറയുന്നത്. അപ്പൊ ഒന്നാമത്തെ പ്രസ്താവന തെറ്റാണ്. ഓക്കെ. രണ്ടാമത്തെ പ്രസ്താവന മൗലിക അവകാശങ്ങൾക്ക് പുറമെയുള്ള ചില അവകാശങ്ങളാണിവ. നമ്മൾ പഠിച്ചിട്ടുണ്ട്. മൗലിക അവകാശങ്ങൾ ഉൾപ്പെടാത്ത ചില അവകാശങ്ങളെ ഏതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്? നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അല്ലെ? മൗലിക അവകാശങ്ങൾ ഉൾപ്പെടാത്ത ചില അവകാശങ്ങൾ നിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ സമൂഹം കൈക്കൊള്ളേണ്ട ചില ഉദ്ദേശ ലക്ഷ്യങ്ങളാണിവ. അതും ശരിയാണ്. സമൂഹം കൈക്കൊള്ളേണ്ട ചില ഉദ്ദേശ ലക്ഷ്യങ്ങളാണിവ. ഇവിടെ ആൻസർ ആയിട്ട് വരേണ്ടിയിരുന്നത് ഓപ്ഷൻ എ ആണ്. അതായത് 2ഉം 3ഉം എന്നതായിരുന്നു ആൻസർ ആയിട്ട് വരേണ്ടിയിരുന്നത്. പക്ഷെ ഈ ക്വസ്റ്റ്യനും PSC എന്ത് ചെയ്തു? ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർദ്ദേശക തത്വങ്ങൾ നീതിയുക്തമല്ല എന്ന് പറയുന്നത് പൂർണ്ണമായും ശരിയല്ല. കാരണം നിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് നിയമങ്ങൾ രൂപീകരിച്ചിട്ടുണ്ട് അല്ലെ? നിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് നിയമങ്ങൾ രൂപീകരിച്ചിട്ടുണ്ട്. ആ നിയമങ്ങൾ പ്രകാരം ഈ പല കാര്യങ്ങളും, നിർദ്ദേശക തത്വങ്ങളിലെ പല കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നീതി തേടി കോടതിയിൽ പോകാൻ കഴിയും. മനസ്സിലായില്ലേ? ആ ഒരു രീതിയിൽ ചലഞ്ച് വന്നത് കൊണ്ട് ഈ ഒരു ക്വസ്റ്റ്യനും PSC എന്ത് ചെയ്താ? ഡിലീറ്റ് ചെയ്തു. മനസ്സിലായ? ഓക്കെ. അപ്പം ഉദാഹരണം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പരിസ്ഥിതി സംരക്ഷണം എന്താണ്ട? പരിസ്ഥിതി സംരക്ഷണം ഈ ഇതിൽ പറയുന്ന ഒരു ഈ നിർദ്ദേശക തത്വങ്ങൾ പറയുന്ന ഒരു കാര്യമാണ് അല്ലെ? ഓക്കെ. അതുമായി ബന്ധപ്പെട്ട് പരിസ്ഥിതി സംരക്ഷണ നിയമമുണ്ട് അല്ലെ? ഓക്കെ. ഇപ്പൊ തന്നെ നമുക്ക് ഇതിൽ പറയുന്ന ആർട്ടിക്കിൾ 44 പറയുന്ന ഒരു കാര്യമാണ് എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 44 എന്തിനെ കുറിച്ച് പറയുന്നുണ്ട്? യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ച് പറയുന്നുണ്ട്.
ഇപ്പൊ നമ്മുടെ രാജ്യത്ത് ഒരു സംസ്ഥാനത്ത് യൂണിഫോം സിവിൽ കോഡ് നിലവിൽ വന്നു അല്ലേ? നിയമപ്രകാരം നിലവിൽ വന്നു. എവിടെയാ വന്നത്? ഉത്തരാഖണ്ഡിലാണ് നിലവിൽ വന്നത്. മനസ്സിലായില്ലേ? ഇപ്രകാരം നിയമപ്രകാരം ഈ നിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് കാര്യങ്ങൾ നിലവിൽ വരികയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് കോടതിയെ സമീപിക്കാൻ കഴിയും. അതുകൊണ്ടാണ് ആ ഒരു രീതിയിൽ ചലഞ്ച് വന്നത് കൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്തത്? PSC ഡിലീറ്റ് ചെയ്തത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത് ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം, ചുവടെ ചേർക്കുന്നവയിൽ നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുന്ന പ്രസ്താവന ഏത്? ചെയ്തേ. ചുവടെ ചേർക്കുന്നവയിൽ നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുന്ന പ്രസ്താവന ഏത്? ശ്രദ്ധിച്ച് ചെയ്യുക. ഇത് പലർക്കും ഡൗട്ട് വരും. ഈ ഏക പൗരത്വ നിയമം എന്താണ് എന്ന് ആരെങ്കിലും ആലോചിച്ചോ? ഏക പൗരത്വ നിയമം എന്താണെന്ന് ആരെങ്കിലും ആലോചിച്ച? ഏക പൗരത്വ നിയമം തന്നെയാണ് യൂണിഫോം സിവിൽ കോഡ്. ഇപ്പൊ ഞാൻ മുകളിൽ പറഞ്ഞ ആ സാധനം തന്നെയാണ്. ഇവിടെ ചോദ്യം എന്താണ്? ചുവടെ ചേർക്കുന്നവയിൽ നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുന്ന പ്രസ്താവന ഏതെന്നാണ് ചോദ്യം വന്നിരിക്കുന്നത് അല്ലേ? അതായത് ഏക പൗരത്വ നിയമം അല്ലെങ്കിൽ യൂണിഫോം സിവിൽ കോഡ് ഏതിൽ ഉൾപ്പെടുന്ന കാര്യം തന്നെയാണ് കുട്ടികളെ? നിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുന്ന കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ അന്തർദേശീയ സമാധാനം പരിപോഷിപ്പിക്കുക. അന്തർദേശീയ സമാധാനം പരിപോഷിപ്പിക്കുക. നമ്മൾ പറയുന്നുണ്ട് ആർട്ടിക്കിൾ 51 അന്തർദേശീയ സമാധാനം പരിപോഷിപ്പിക്കുക എന്നൊരു കാര്യം പറയുന്നുണ്ട്. രണ്ടാമത്തതും ശരിയാണ്. ഒന്നും രണ്ടും ശരിയാണ്. ഇനി ഇന്ത്യയുടെ അഖണ്ഡത ഊട്ടിയുറപ്പിക്കുക. ഇന്ത്യയുടെ അഖണ്ഡത ഊട്ടിയുറപ്പിക്കുക എന്ന് എവിടെയെങ്കിലും നിർദ്ദേശക തത്വങ്ങളിൽ എവിടെയെങ്കിലും പറയുന്നുണ്ടോ? ഇന്ത്യയുടെ അഖണ്ഡത ഊട്ടിയുറപ്പിക്കുക എന്ന് പറഞ്ഞിട്ട് ഇല്ല. ഇന്ത്യയുടെ അഖണ്ഡത ഊട്ടിയുറപ്പിക്കുക എന്നുള്ള കാര്യം പറയുന്നത് നമ്മുടെ ആമുഖത്തിൽ അഖണ്ഡതയെ കുറിച്ച് പറയുന്നുണ്ടല്ലേ? ഇന്റഗ്രിറ്റിയെ കുറിച്ച് പറയുന്നുണ്ടല്ലേ? ആമുഖത്തില് അഖണ്ഡത അല്ലെങ്കിൽ ഇന്റഗ്രിറ്റിയെ കുറിച്ച് പറയുന്നുണ്ട്. മുമ്പില്ലായിരുന്നു. ഐക്യവും അഖണ്ഡതയും എന്നാക്കി മാറ്റി 1976 42-ാം ഭേദഗതി പ്രകാരം അഖണ്ഡത എന്ന വാക്ക് ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് മാത്രമല്ല, നമ്മുടെ മൗലിക കടമകളുണ്ടല്ലോ, മൗലിക കടമകൾ 51A പറയുന്ന മൗലിക കടമകൾ, അതിൽ 51A C പറയുന്നത് എന്താണെന്ന് കേട്ട് കഴിഞ്ഞാൽ രാജ്യത്തിന്റെ പരമാധികാരം, ഐക്യം, അഖണ്ഡത എന്നിവ ഊട്ടിയുറപ്പിക്കുക. മനസ്സിലായ? അതായത് നിർദ്ദേശക തത്വങ്ങളിലല്ല ഇന്ത്യയുടെ അഖണ്ഡത ഊട്ടിയുറപ്പിക്കുക എന്ന് പറയുന്നത്. അഖണ്ഡതയെ കുറിച്ച് പറയുന്നത് ആമുഖത്തിലും അതുപോലെ തന്നെ ഈ പറയുന്ന മൗലിക കടമകളിലുമാണ്. അതായത് ഇവിടെ ആദ്യത്തെ 2 സ്റ്റേറ്റ്മെന്റുകൾ മാത്രമേ ശരിയായിട്ടുള്ളൂ. അപ്പൊ ആൻസർ ഏത് വരുവാടാ? ആൻസർ ഏതാ വരുന്നേ? പിള്ളേരെ ആൻസർ വരുന്നത് ഓപ്ഷൻ C ആണ് കേട്ടോ. ഓപ്ഷൻ C ആണ് ആൻസർ വരുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ C ആണ്. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കി വെക്കുക. ഈ രീതിയിൽ ഈ പാറ്റേൺ തന്നെ നിങ്ങൾക്ക് വീണ്ടും ചോദിക്കും. ക്ലിയർ ആണല്ലോ? ഓപ്ഷൻ C ആണ്. എല്ലാവരും മാർക്ക് കൂടെ കൂട്ടി പൊക്കോണം. എത്ര മാർക്കുണ്ട്, ഏതൊക്കെ ശരിയാവുന്നുണ്ട്, ഏതൊക്കെ തെറ്റുന്നുണ്ടെന്ന് നോക്കി പൊക്കോണം കേട്ടോ. ലാസ്റ്റ് മാർക്ക് കമന്റ് ചെയ്യേണ്ടതാണ്. അടുത്ത ചോദ്യം ചെയ്തേ. ഇന്ത്യൻ ഉപരാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഓക്കെ, ഒന്നാമത്തെ പോയിന്റ് നമുക്ക് വേണ്ടത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് വേണ്ടത് അല്ലെ? ശരിയായ പ്രസ്താവനയാണ് വേണ്ടത്. ഒന്നാമത്തെ പോയിന്റ്, ഉപരാഷ്ട്രപതിയെ 6 വർഷത്തേക്കാണ് തിരഞ്ഞെടുക്കുന്നത്. ഉപരാഷ്ട്രപതിയെ 6 വർഷത്തേക്കാണ് തിരഞ്ഞെടുക്കുന്നത്. തെറ്റാണ്. ഉപരാഷ്ട്രപതി തിരഞ്ഞെടുക്കുന്നത് എത്ര വർഷത്തേക്കാ? ഉപരാഷ്ട്രപതി തിരഞ്ഞെടുക്കുന്നത് 5 വർഷത്തേക്കാണ്. അപ്പൊ ഒന്നാമത്തെ പ്രസ്താവന തന്നെ തെറ്റാണ്. അത് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഉത്തരം എഴുതാം. കാരണം ഓപ്ഷൻ എയിൽ 1 വെട്ടിക്കളയാം, ഓപ്ഷൻ സിയിൽ 1 അതും വെട്ടിക്കളയാം, ഓപ്ഷൻ ഡിയിൽ 1 അതും വെട്ടിക്കളയാം. ഓക്കെ, അതായത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രം നമ്മൾ അറിഞ്ഞിരുന്നാൽ മതി. അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബാക്കിയുള്ളത് വെട്ടിക്കളയാൻ പറ്റും. ചില ക്വസ്റ്റ്യൻസ് അങ്ങനെ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആണ്. അതായത്
ഇലക്ട്രൽ കോളേജ് ആണ് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. ഇലക്ട്രൽ കോളേജ് ആണ് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. ശരിയായിട്ടുള്ളതാണ്. സംസ്ഥാന നിയമസഭകളിലെ അംഗങ്ങൾ ഇലക്ട്രൽ കോളേജിൽ അംഗങ്ങളല്ല. അതായത് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്ന ഇലക്ട്രൽ കോളേജിൽ സംസ്ഥാന നിയമസഭയിലെ അംഗങ്ങള് ഉൾപ്പെടുന്നില്ല എന്നാണ് പറയുന്നത്. കറക്റ്റ് അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്ന ഇലക്ട്രൽ കോളേജിലാണെങ്കിൽ ആരൊക്കെയുണ്ടാ? ലോകസഭയിലെ ഇലക്റ്റഡ് ആയിട്ടുള്ള അംഗങ്ങൾ, രാജ്യസഭയിലെ ഇലക്റ്റഡ് ആയിട്ടുള്ള അംഗങ്ങൾ, അതുപോലെ തന്നെ ലെജിസ്ലേറ്റീവ് അസംബ്ലികളിലെ, അതായത് നിയമസഭകളിലെ ഇലക്റ്റഡ് ആയിട്ടുള്ള അംഗങ്ങൾ. ഇതാണ് നമ്മുടെ പ്രസിഡന്റിന്റെ ഇലക്ട്രൽ കോളേജ് എന്ന് പറയുന്നത് അല്ലേ. രാജ്യസഭയിലെയും ലോകസഭയിലെയും സംസ്ഥാന നിയമസഭകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ, ലോകസഭയിലെയും രാജ്യസഭയിലെയും സംസ്ഥാന നിയമസഭയിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണ് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്ന ഇലക്ട്രൽ കോളേജിൽ വരുന്നത്. ഓക്കെ. എന്നാൽ വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുക്കുന്ന ഇലക്ട്രൽ കോളേജിൽ ആരൊക്കെയാണ് വരുന്നത്? വളരെ ലോകസഭയിലെ മുഴുവൻ അംഗങ്ങളും, രാജ്യസഭയിലെ മുഴുവൻ അംഗങ്ങളുമാണ് വൈസ് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്ന ആ ഒരു ഇലക്ട്രൽ കോളേജിൽ വരുന്നത്. അതായത് ഉപരാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട് ചോദിക്കുകയാണെങ്കിൽ സംസ്ഥാന നിയമസഭയിലെ അംഗങ്ങൾ ഇലക്ട്രൽ കോളേജിൽ അംഗമല്ല. നിങ്ങൾ ഈ ഒരു കാര്യം ഓർത്തിരിക്കുക. ഈ ഒരു കാര്യം വെച്ചിട്ട് ധാരാളം ചോദ്യങ്ങൾ കഴിഞ്ഞ വർഷം വന്നിട്ടുണ്ട്. മനസ്സിലായി? നിങ്ങൾ ഈ വർഷം പ്രതീക്ഷിക്കണം ഈ ഇലക്ട്രൽ കോളേജുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കും. മനസ്സിലായല്ലോ? ഓക്കെ അല്ലേടാ? ഡൗട്ട് ഇല്ലല്ലോ ഈ ക്വസ്റ്റ്യനില്? ഇല്ല. ഓക്കെ. അടുത്ത ചോദ്യം ഒന്ന് ചെയ്തേ. കോടതികളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഒന്ന് വായിച്ച് ചെയ്തേടാ. കോടതികളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന. എല്ലാവരും നന്നായിട്ട് റെസ്പോണ്ട് ചെയ്യുക. അവിടെ നോക്കിയോ. ഭരണഘടനയുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതിയാണ്. ശരിയോ തെറ്റോ? ഭരണഘടനയുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതിയാണ്. ശരിയാണ്. ഒന്നാമത്തെ ശരിയാണ്. നമുക്കിപ്പം ശരിയായ പ്രസ്താവനയാണ് വേണ്ടത്. ഓക്കെ. ഇനി അടുത്ത രണ്ടാമത്തെ പ്രസ്താവന, കീഴ്ക്കോടതികൾ സിവിൽ ക്രിമിനൽ സ്വഭാവമുള്ള കേസുകൾ പരിഗണിക്കുന്നു. അല്ലെ? നമ്മുടെ രാജ്യത്തെ കീഴ്ക്കോടതികൾ എന്ന് പറയുമ്പോൾ രണ്ട് കോടതികളാണ് വരുന്നത്. ഒന്ന് മജിസ്ട്രേറ്റ് കോടതി അല്ലെ, ഒന്ന് മജിസ്ട്രേറ്റ് കോടതി, മറ്റൊന്ന് ഏതാണ്? മുൻസിഫ് കോടതി അല്ലെ, മറ്റൊന്ന് മുൻസിഫ് കോടതി. ഓക്കെ. ഇതിൽ മജിസ്ട്രേറ്റ് കോടതിയാണ് ഏത് കേസുകൾ പരിഗണിക്കുന്നത്? ക്രിമിനൽ കേസുകൾ. നമ്മുടെ രാജ്യത്ത് ക്രിമിനൽ കേസുകൾ പരിഗണിക്കുന്ന ഏറ്റവും ചെറിയ കോടതി ഏതെന്ന് കേട്ട് കഴിഞ്ഞാൽ, ക്രിമിനൽ കേസുകൾ പരിഗണിക്കുന്ന ഏറ്റവും ചെറിയ കോടതി ഏതെന്നിട്ട് മജിസ്ട്രേറ്റ് കോടതിയും, എന്നാൽ സിവിൽ കേസുകൾ പരിഗണിക്കുന്ന ഏറ്റവും ചെറിയ കോടതി ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? അത് മുൻസിഫ് കോടതിയുമാണ്. അതായത് ഈ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, കീഴ്ക്കോടതികൾ സിവിൽ ക്രിമിനൽ സ്വഭാവമുള്ള കേസുകൾ പരിഗണിക്കുന്നു എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. സുപ്രീം കോടതിക്ക് പ്രസിഡന്റിന് ഉപദേശം നൽകാം. ശരിയോ തെറ്റോ? ശരിയാണ്. ഏത് ആർട്ടിക്കിളിലാണ് പറയുന്നേ? ആർട്ടിക്കിൾ 143 പ്രകാരം സുപ്രീം കോടതിക്ക് പ്രസിഡന്റിന് ഉപദേശം നൽകാൻ കഴിയും. അല്ലെ? സുപ്രീം കോടതിക്ക് പ്രസിഡന്റ് ഉപദേശം നൽകാൻ കഴിയും. അതായത് ഈ പറയുന്ന 3 സ്റ്റേറ്റ്മെന്റുകളും ശരിയാണ്. ആൾ ദ എബോ എന്നതാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ. അടുത്ത ചോദ്യം ചെയ്തേ. കേന്ദ്ര ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായത് ഏതാണ്? യൂണിയൻ ലിസ്റ്റിൽ വരുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് ചോദ്യം. എടാ, വിദേശകാര്യം കേന്ദ്ര ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയമാണോ? അതെ, വിദേശകാര്യം കേന്ദ്ര ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയമാണ്. പോസ്റ്റ് ആൻഡ് ടെലഗ്രാഫുമാണ്. കൃഷി കേന്ദ്ര ലിസ്റ്റിലാണോ? അല്ല. കൃഷി വരുന്നത് ഏത് ലിസ്റ്റിലാ കുട്ടികളെ? കൃഷി വരുന്നത് സംസ്ഥാന ലിസ്റ്റിലാണ് അല്ലെ, സ്റ്റേറ്റ് ലിസ്റ്റിലാണ് വരുന്നത്. ഓക്കെ. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ ഡി ആണ്. only 1 and 2 ആദ്യത്തെ രണ്ടെണ്ണമാണ് കേട്ടോ. ഇത് ഈ ചോദ്യങ്ങളൊക്കെ ശ്രദ്ധിച്ചോണം. ഇങ്ങനത്തെ പാറ്റേൺ ഒക്കെ ഒരുപാട് വരുന്നുണ്ട് കേട്ടോ. ഓക്കെ. അടുത്ത ചോദ്യം വീണ്ടും അതേ പാറ്റേൺ തന്നെയാണ് വന്നിരിക്കുന്നത്. താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയേതെന്നാണ്. ഒന്ന് ചെയ്തേടാ.
എല്ലാവരും ചെയ്യണേ. വേറെ കമന്റ് നോക്കണ്ട, നിങ്ങളുടെ കമന്റ് ചെയ്ത് പോയാൽ മതി. ഓക്കെ. പൊതുജനാരോഗ്യം സംസ്ഥാന ലിസ്റ്റിലെ ഒരു വിഷയമാണ്. പൊതുജനാരോഗ്യം സംസ്ഥാന ലിസ്റ്റിലെ വിഷയമാണ്. ശരിയോ തെറ്റോ? പൊതുജനാരോഗ്യം സംസ്ഥാന ലിസ്റ്റിലെ വിഷയമാണ്. ശരിയാണ്. അടുത്ത് വനം കൺകറന്റ് ലിസ്റ്റിലെ വിഷയമാണ്. ശരിയാണ്. സൈബർ നിയമങ്ങൾ ശിഷ്ടാധികാരത്തിൽ, അതായത് അവശിഷ്ടാധികാരത്തിൽ വരുന്നതാണ്. അതും ശരിയാണ് അല്ലെ? 3 പോയിന്റുകളും ശരിയാണ്. ഓക്കെ. അതായത് ഓൾ ദ എബോ എന്നതാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ. ഈ ശിഷ്ടാധികാരം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ. അവശിഷ്ടാധികാരം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവശിഷ്ടാധികാരം ഏത് ആർട്ടിക്കിളിലാണ് അവശിഷ്ടാധികാരം വരുന്നത്? കോൺസ്റ്റിറ്റ്യൂഷന്റെ ഏത് ആർട്ടിക്കിളാണ് അവശിഷ്ടാധികാരം പറയുന്നത്? 248 അവശിഷ്ടാധികാരം പറയുന്നത്. അതായത് നമ്മുടെ 3 ലിസ്റ്റുകൾ അല്ലെ, യൂണിയൻ ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, ഈ 3 ലിസ്റ്റുകളിലും ഉൾപ്പെടാത്ത വിഷയങ്ങൾ അല്ലെ, യൂണിയൻ ലിസ്റ്റിലും കൺകറന്റ് ലിസ്റ്റിലും അതുപോലെ സ്റ്റേറ്റ് ലിസ്റ്റിലും, ആ 3 ലിസ്റ്റിൽ ഉൾപ്പെടാത്ത വിഷയങ്ങളെയാണ് നമ്മൾ എന്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? അവശിഷ്ടാധികാരങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ. ഇവിടെ നിങ്ങൾക്ക് ചോദ്യം വരുന്നത് എവിടെ നിന്ന് കടമെടുത്തു എന്നാണ്. 248 ആർട്ടിക്കിൾ നമ്മൾ പഠിച്ചു, അവശിഷ്ടാധികാരങ്ങള്. ഓക്കെ. എവിടെ നിന്ന് കടമെടുത്തു എന്നൊരു ചോദ്യം വരും. കാനഡയാണ് ആൻസർ. കാനഡയിൽ നിന്നാണ് അവശിഷ്ടാധികാരങ്ങൾ കടമെടുത്തത്. ഇത് റിവിഷൻ ചെയ്യുക, ഇമ്പോർട്ടന്റ് ആണ്. സൈബർ നിയമങ്ങളാണ് ഈ അവശിഷ്ടാധികാരം ഉൾപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് കേട്ടോ. ഇതിന് നമ്മൾ ഇംഗ്ലീഷിൽ എന്താ പറയുന്നത്? അവശിഷ്ടാധികാരങ്ങളെ ഇംഗ്ലീഷിൽ എന്താ പറയുന്നത്? അവശിഷ്ടാധികാരങ്ങളെ ഇംഗ്ലീഷിൽ റെസ്യൂഡറി പവേഴ്സ് എന്ന് പറയും കേട്ടോ. റെസ്യൂഡറി പവേഴ്സ് എന്ന് പറയും കേട്ടോ. റെസ്യൂഡറി പവേഴ്സ് എന്ന് പറയും. ആർക്കാണ് ഇതിലെ നിയമനിർമ്മാണം നടത്താൻ അധികാരമുള്ളത്? അവശിഷ്ടാധികാരങ്ങളിൽ നിയമനിർമ്മാണം നടത്താൻ അധികാരമുള്ളത് ആർക്കാണ്? അത് സെൻട്രൽ ഗവൺമെന്റിനാണ് കേട്ടോ. സെൻട്രൽ ഗവൺമെന്റിനാണ് അതിൽ നിയമനിർമ്മാണം നടത്താൻ അധികാരമുള്ളത്. ഓക്കെ, ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം ചെയ്തേ. ചുവടെ ചേർക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദ്യം. എല്ലാവരും 73-ാം ഭേദഗതിയെ ചെറുഭരണഘടന എന്നറിയപ്പെടുന്നു. ശരിയോ തെറ്റോ? 73-ാം ഭേദഗതിയെ ചെറുഭരണഘടന എന്നറിയപ്പെടുന്നു. ശരിയോ തെറ്റോടാ? പിള്ളേരെ തെറ്റാണ്. ചെറുഭരണഘടന അല്ലെങ്കിൽ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത് 42-ാം ഭേദഗതിയാണ് അല്ലെ? മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത് 42-ാം ഭേദഗതിയാണ്. അടുത്ത് 1-ാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. നമുക്ക് ശരിയായ പ്രസ്താവനയാണ് വേണ്ടത്. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് ഉത്തരം എടുക്കാം. കാരണം ഓപ്ഷൻ ബിയിൽ 1 കിടക്കുന്നുണ്ട്, ഓപ്ഷൻ സിയിൽ 1ഉണ്ട്, ഓപ്ഷൻ ഡിയിലും 1ഉണ്ട്. മനസ്സിലായോ? അപ്പൊ അപ്പോഴും തന്നെ നമുക്ക് ഇത് വായിച്ചിട്ട് തന്നെ നമുക്ക് 3 വെട്ടിക്കളയാൻ പറ്റും. നിങ്ങൾ ചില ചോദ്യങ്ങൾ നമുക്ക് ഇങ്ങനെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഉത്തരം എടുക്കാൻ കഴിയും കേട്ടോ. ഓക്കെ. അങ്ങനെ ഉത്തരം എടുത്ത ആരെങ്കിലും ഉണ്ടോ? മുഴുവൻ വായിക്കാതെ ഈ 1 വെച്ചിട്ട് തന്നെ? അത് നിങ്ങൾ ട്രൈ ചെയ്യണം. അത് ട്രൈ ചെയ്താൽ നിങ്ങൾക്ക് ഒരു നല്ലൊരു മെത്തേഡാണത്. ഓക്കെ. എലിമിനേഷൻ എന്ന് പറയും. നമ്മൾ എലിമിനേറ്റ് ചെയ്ത് നമുക്ക് ഉത്തരം എടുക്കാൻ പറ്റും അത്. ഇനി നമുക്ക് നോക്കാം 2-ാമത്തെ സ്റ്റേറ്റ്മെന്റ്. അതായത് 74-ാം ഭേദഗതിയിലൂടെ നഗരപാലിക സമ്പ്രദായം കൊണ്ടുവന്നു. ശരിയല്ലേ? മുനിസിപ്പാലിറ്റി ആക്ട് വന്നത് 74-ാം ഭേദഗതിയിലൂടെ അല്ലേ? മുനിസിപ്പാലിറ്റി ആക്ട് 74-ാം ഭേദഗതിയിലൂടെയാണ് വന്നത്. ഓക്കെ. പഞ്ചായത്തി രാജ് ആണെങ്കിൽ 73. പഞ്ചായത്തി രാജ് 73-ഉം 74 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നഗരപാലിക സമ്പ്രദായം അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ആക്ട് ആണ് കേട്ടോ. 2-ാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരി. അടുത്ത് അനുച്ഛേദം 32 പ്രകാരം സുപ്രീം കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരമുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലല്ലോ, സുപ്രീം കോടതി റിട്ട് അധികാരം വരുന്നത് ആർട്ടിക്കിൾ 32-ലാണ് അല്ലേ? ഓക്കെ, അത് രണ്ടും ശരിയാണ്. ഓക്കെ, ഡൗട്ട് ഇല്ലല്ലോ? ഓക്കെ ആണല്ലോ? ശരി. അടുത്ത ചോദ്യം ഒന്ന് ചെയ്തേ. മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് എന്നതാണ് ചോദ്യം. 1-ാമത്തെ പ്രസ്താവന 11 മൗലിക കർത്തവ്യങ്ങളാണ് ഉള്ളത്. ശരിയോ തെറ്റോ? അതെ, 11 മൗലിക കർത്തവ്യങ്ങളാണ് ഉള്ളത്. ശരിയാണ്. 1-ാമത്തെ പ്രസ്താവന ശരിയാണ്. അനുച്ഛേദം 51A കർത്തവ്യങ്ങൾ ഉൾപ്പെടുന്നത്. ശരിയാണോ? അതെ, അനുച്ഛേദം ആർട്ടിക്കിൾ 51A കർത്തവ്യങ്ങൾ ഉൾപ്പെടുന്നത്. ഭരണഘടനയുടെ ഭാഗം 4A കർത്തവ്യങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അതും ശരിയാണ്. അതായത് ഓപ്ഷൻ ഡി ഓൾ ദ എബോ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഈസി ക്വസ്റ്റ്യൻ ആണ്. ശരി. അടുത്ത ചോദ്യം ചെയ്തേ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ രാജ്യസഭയുമായി ബന്ധപ്പെട്ട തെറ്റായ വസ്തുതകൾ ഏതെല്ലാമാണ്? തെറ്റായ വസ്തുതകളാണ് ചോദിച്ചിട്ടുള്ളത്.
ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിയടാ. രാജ്യസഭ സ്പീക്കർ സ്ഥാനം ഉപരാഷ്ട്രപതി വഹിക്കുന്നു. നമ്മൾ പഠിച്ചിട്ടുള്ളത് രാജ്യസഭയിൽ സ്പീക്കർ അല്ല ചെയർമാൻ ആണെന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ? ചെയർമാൻ സ്ഥാനമാണ് അല്ലേ? രാജ്യസഭയിൽ ചെയർമാനും രാജ്യസഭയിൽ ചെയർമാനും ലോകസഭയിലാണ് സ്പീക്കർ. ലോകസഭയിലും അതുപോലെ സംസ്ഥാന നിയമസഭകളിലുമാണ് സ്പീക്കർ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. രാജ്യസഭയിൽ ചെയർമാനും ഡെപ്യൂട്ടി ചെയർമാനാണ് വരുന്നത്. അതവിടെ നിന്നോട്ടെ. ഓക്കെ, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് അവിടെ നിന്നോട്ടെ കേട്ടോ. ഓക്കെ, നമുക്ക് അതിനൊന്നും പറയണ്ട. രാജ്യസഭ ഒരു സ്ഥിരം സഭയല്ല. അത് ശരിയോ തെറ്റോ? അത് തെറ്റാണ്. നമുക്ക് വേണ്ടത് തെറ്റായ വസ്തുതകളാണ് വേണ്ടത്. തെറ്റായ വസ്തുതയാണ് വേണ്ടത് കേട്ടോ. അതായത് ഇവിടെ രാജ്യസഭ ഒരു സ്ഥിരം സഭയല്ല. നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മൾ പഠിക്കുന്ന വളരെ ബേസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് രാജ്യസഭ ഒരു സ്ഥിരം സഭയാണെന്നുള്ളത് അല്ലേ? രാജ്യസഭ ഒരു സ്ഥിരം സഭയാണെന്നുള്ള കാര്യം നമ്മൾ പഠിക്കുന്ന ഒരു ബേസ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ തെറ്റ് എന്ന് വെച്ചിട്ട് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഉത്തരത്തിലേക്ക് എത്തി. കാരണം ഓപ്ഷൻ സിയിൽ മാത്രമേ 2 തെറ്റാണെന്ന് കൊടുത്തിട്ടുള്ളൂ. മനസ്സിലായി? നമുക്ക് തെറ്റായ വസ്തുതകൾ ചോദിച്ചിട്ടുണ്ട്. അത് നമ്മൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് നമ്മൾ കണ്ടെത്തി. അത് നമ്മൾ എന്ത് ചെയ്തു നോക്കുമ്പോൾ ഓപ്ഷൻ സിയിൽ മാത്രമേ 2 ഉള്ളൂ, വേറെ ഒരിടത്തും 2 ഇല്ല. ഓക്കെ, അപ്പൊ അതാണ് ആൻസർ. ഓപ്ഷൻ സി തന്നെയാണ് ആൻസർ വരുന്നത് കേട്ടോ. ഇനി നമുക്ക് നോക്കാം. രാജ്യസഭ അംഗങ്ങളെ 5 വർഷത്തേക്ക് തിരഞ്ഞെടുക്കുന്നു. രാജ്യസഭ അംഗങ്ങളെ 5 വർഷം തിരഞ്ഞെടുക്കുന്നു. ശരിയല്ലേ? അത് തെറ്റല്ലേ? എത്ര വർഷത്തേക്കാണ് തിരഞ്ഞെടുക്കുന്നത്? 6 വർഷത്തേക്കാണ് തിരഞ്ഞെടുക്കുന്നത്. 6 വർഷത്തേക്കാണ് തിരഞ്ഞെടുക്കുന്നത്. ഓക്കെ, രാജ്യസഭ എന്ന് പറയുന്നത് സ്ഥിരം സഭയാണ്. പക്ഷെ രാജ്യസഭ അംഗങ്ങൾക്ക് കാലാവധി ഉണ്ട് അല്ലെ? അവർ 6 വർഷത്തേക്കാണ് രാജ്യസഭ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് അല്ലെ? രാജ്യസഭ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. ആരാണ് രാജ്യസഭ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്? രാജ്യസഭ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന ആരാ? അവരുടെ മൈക്ക് ഓണാണേ. ആരാണ് രാജ്യസഭ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്? രാജ്യസഭ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് സംസ്ഥാന നിയമസഭയിലെ MLA-മാരാണ്. സംസ്ഥാന നിയമസഭയിലെ MLA-മാരാണ് രാജ്യസഭ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് അല്ലെ? സംസ്ഥാന നിയമസഭയിലെ MLA-മാരാണ് രാജ്യസഭ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. ഓക്കെ, ഞാനൊരു കാര്യം കൂടെ ചോദിക്കട്ടെ. എത്ര കേന്ദ്രഭരണ പ്രദേശങ്ങൾക്ക് രാജ്യസഭയിൽ പ്രാതിനിധ്യമുണ്ട്? എത്ര കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ? 3 കേന്ദ്രഭരണ പ്രദേശങ്ങൾക്ക് രാജ്യസഭയിൽ പ്രാതിനിധ്യമുണ്ട്. ആ 3 ഏതൊക്കെയാന്ന് കേട്ട് കഴിഞ്ഞാല് ഏതൊക്കെയാ കുട്ടികളെ? ന്യൂഡൽഹിക്ക് പ്രാതിനിധ്യമുണ്ട്, ജമ്മു കാശ്മീരിന് പ്രാതിനിധ്യമുണ്ട്, പുതുച്ചേരിക്ക് പ്രാതിനിധ്യമുണ്ട് അല്ലെ? അതായത് എവിടെയൊക്കെയാണോ നിയമസഭകൾ ഉള്ളത്, ഏതൊക്കെ കേന്ദ്രഭരണ പ്രദേശങ്ങളിലാണോ നിയമസഭകൾ ഉള്ളത്, ആ 3 കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും എന്തുണ്ട്? നമ്മുടെ രാജ്യസഭയിൽ പ്രാതിനിധ്യമുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, ഇനി അടുത്ത് രാജ്യസഭ ജനങ്ങളുടെ പ്രതിനിധി സഭയാണ്. ജനങ്ങളുടെ പ്രതിനിധി സഭ ഏതാണ്? ജനങ്ങളുടെ പ്രതിനിധി സഭ ലോകസഭയാണ് അല്ലെ? ലോകസഭയാണ് ജനപ്രതിനിധി സഭ എന്നറിയപ്പെടുന്നത് അല്ലേ? ഓക്കെ, എന്നാൽ രാജ്യസഭയെ എന്താ പറയുന്നത്? രാജ്യസഭ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് ആണ് അല്ലെ? കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് ആണ്. സംസ്ഥാനങ്ങളുടെ പ്രതിനിധി സഭയാണ് രാജ്യസഭ. ഓക്കെ, രാജ്യസഭ സംസ്ഥാനങ്ങളുടെ പ്രതിനിധി സഭയും ലോകസഭ എന്താണ്? ലോകസഭയാണ് ജനപ്രതിനിധി സഭ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുമ്പം സത്യം പറഞ്ഞാൽ ഒന്നാമത്തെ പ്രസ്താവനയും തെറ്റായി വരേണ്ടതാണ്. പക്ഷെ അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് ഇല്ലാത്തത് കൊണ്ട് ഓപ്ഷൻ സി നമുക്ക് എന്ത് ചെയ്യാം? ആൻസർ എടുക്കാം. പക്ഷെ നിങ്ങൾ ഓർത്തിരിക്കുക, രാജ്യസഭയിൽ വരുന്നത് ചെയർമാനും ഡെപ്യൂട്ടി ചെയർമാനുമാണ്. ലോകസഭയിലും സംസ്ഥാന നിയമസഭകളിലുമാണ് എന്ത് വരുന്നത്? സ്പീക്കർ സ്ഥാനം വരുന്നത്. ഓക്കെ, അത് ക്ലിയർ ആണേ? ഡൗട്ട് ഒന്നും ഇല്ലേ ആർക്കും? ഓക്കെ അല്ലേ? ഓക്കെ ആണ്. ശരി, അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തേ. ഓക്കെ, കിട്ടിക്കാണും. നോക്കാം. സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായവ ഏത് എന്നതാണ് ചോദ്യം. ജസ്റ്റിസ് ഹരിലാൽ ജെ കനിയ ആയിരുന്നു സുപ്രീം കോടതിയുടെ ആദ്യ ചീഫ് ജസ്റ്റിസ്. ശരിയോ തെറ്റോ? ശരിയാണ്. ഹരിലാൽ ജെ കനിയ ആയിരുന്നു ആദ്യത്തെ ചീഫ് ജസ്റ്റിസ്. ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ്. പക്ഷെ നമുക്കിപ്പോൾ അതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം 4 ഓപ്ഷനിലും 1 എന്ന് പറയുന്ന ഓപ്ഷൻ ഉള്ളതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. സുപ്രീം കോടതിയിലെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആശിഷ് ജെ ദേശായി, അതായത് AJ ദേശായി, ആശിഷ് ജെ ദേശായി ആണ്. ഓക്കെ,
അദ്ദേഹം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ടില്ല അല്ലേ, അദ്ദേഹം കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസാണ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അത് തെറ്റാണ് അല്ലേ, തെറ്റാണ്, രണ്ടാമത്തെ തെറ്റാണ്. അപ്പൊ രണ്ടാമത്തെ തെറ്റെന്ന് പറയുമ്പോൾ നിങ്ങൾ നോക്കേണ്ടത് ഇവിടെ രണ്ടുണ്ട്, ഇവിടെയും രണ്ടുണ്ട് കേട്ടോ. നിങ്ങൾ അങ്ങനെയൊക്കെ വെട്ടാളതൊക്കെ വെട്ടിക്കളഞ്ഞ് പൊക്കോണം കേട്ടോ. അത് വെട്ടി ഇതും വെട്ടി, മനസ്സിലായില്ലേ? എയും ബിയും നമുക്ക് വെട്ടിക്കളയാൻ പറ്റി. അടുത്ത്, ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന അപ്പീൽ കോടതിയാണ് ഇത്, ശരിയല്ലേ? ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന അപ്പീൽ കോടതിയാണ് ഇത്, അത് ശരിയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കുമ്പോൾ 1, 3 നമുക്ക് ശരിയാണെന്ന് കിട്ടി. അതുള്ള ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ, ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. ഓപ്ഷൻ ഡി നമുക്ക് പിന്നെ ആവശ്യമില്ല, കാരണം 1, 3 ആണ് ശരി, നമ്മൾ മനസ്സിലാക്കി. അതായത് നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് ഡൗട്ട് ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാൻ പറ്റും, ഉത്തരം എഴുതാൻ പറ്റും. ഇനി നാലാമത്തെ സ്റ്റേറ്റ്മെന്റിലേക്ക് വരാം. ജില്ലാ കോടതികളുടെയും കീഴ്ക്കോടതികളുടെയും മേൽനോട്ടം വഹിക്കുന്ന സുപ്രീം കോടതിയാണ്, അത് ശരിയാണോടെ? അത് നമുക്ക് മനസ്സിലായി തെറ്റാണെന്നല്ലേ? അത് തെറ്റാണെന്ന് നമുക്ക് മനസ്സിലായി. ആരാണ് അത് ചെയ്യുന്നത്? ജില്ലാ കോടതികളുടെയും കീഴ്ക്കോടതികളുടെയും മേൽനോട്ടം വഹിക്കുന്നത് ആരാണ് പിള്ളേരെ? അത് ഹൈക്കോടതിയാണ്. ഹൈക്കോടതികളാണ്. ജില്ലാ കോടതികളുടെയും കീഴ്ക്കോടതികളുടെയും മേൽനോട്ടം വഹിക്കുന്നത് ഹൈക്കോടതികളാണ്. ഏതാണ് കുട്ടികൾ? ഹൈക്കോടതികളാണ് കേട്ടോ. അപ്പൊ അത് തെറ്റാണ്. ഓക്കെ അല്ലേ? അപ്പൊ അവിടെ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ നിങ്ങൾ ഓപ്ഷനിൽ നിന്ന് ഓരോന്ന് കണ്ടുപിടിച്ച് അത് നിങ്ങൾ ബാക്കിയുള്ളത് വെട്ടിക്കളയുന്ന രീതി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ സംശയമുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിൽ കൂടി നിങ്ങൾക്ക് ഉത്തരം കിട്ടും കേട്ടോ. അത് നിങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ, ശരി. അടുത്ത ക്വസ്റ്റ്യൻ. ഭരണഘടനയുടെ 42ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? ആണ് പിള്ളേരെ. ഓക്കെ, 42ാം ഭേദഗതി അല്ലേ? നമുക്കറിയാം 42ാം ഭേദഗതി 76-ലെ 42ാം ഭേദഗതി. അതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ് നമുക്ക് വേണ്ടത്. സോഷ്യലിസ്റ്റ്, സെക്യുലർ എന്നീ പദങ്ങൾ കൂട്ടിച്ചേർത്തു, ശരിയോ തെറ്റോ? സോഷ്യലിസ്റ്റ്, സെക്യുലർ എന്നീ പദങ്ങൾ കൂട്ടിച്ചേർത്തു അല്ലേ? അതോടെ നമ്മുടെ രാജ്യത്തെ കുറിച്ചുള്ള പ്രസ്താവന എങ്ങനെയായി മാറി? നമ്മുടെ രാജ്യം പരമാധികാര, സ്ഥിതിസമത്വ, മതേതരത്വ, ജനാധിപത്യ റിപ്പബ്ലിക് ആകുന്നത് അല്ലെ? പരമാധികാര, സ്ഥിതിസമത്വ. ഈ സോഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിതിസമത്വം എന്നതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടാ. പരമാധികാര, സ്ഥിതിസമത്വ, മതേതരത്വ, ജനാധിപത്യ റിപ്പബ്ലിക്കായി മാറിയത് ഈ പറയുന്ന സോഷ്യലിസ്റ്റ് എന്ന വാക്കും അതുപോലെ തന്നെ സെക്യുലർ എന്ന വാക്കും കൂടെ വന്നതിന് ശേഷം നമ്മളത് പറയാറുണ്ട്. പസമാജെറി എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലെ? അത് ശരിയാണ്. അത് 42ാം ഭേദഗതിയിലാണ് കൂട്ടിച്ചേർത്തത്. സമത്വം, സാഹോദര്യം എന്നീ പദങ്ങൾ കൂട്ടിച്ചേർത്തു, ശരിയോ തെറ്റോ? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുമ്പോൾ തന്നെ സമത്വം, സാഹോദര്യം എന്നീ വാക്കുകൾ നമ്മുടെ ആമുഖത്തിൽ പരാമർശിക്കുന്നുണ്ടല്ലേ കുട്ടികളെ? ഇത് നമ്മുടെ ആമുഖമായിട്ട് ബന്ധപ്പെട്ടാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ ആമുഖത്തിൽ സമത്വം, സാഹോദര്യം എന്ന ആശയം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുമ്പോൾ തന്നെ അത് പരാമർശിക്കുന്നുണ്ട്. ഓക്കെ, നമ്മളത് പഠിക്കാറുമുണ്ട്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, ഇത് നമ്മൾ എവിടെ നിന്ന് കടമെടുത്തു? സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം നമ്മൾ എവിടെ നിന്ന് കടമെടുത്തു? ഫ്രാൻസിൽ നിന്ന് കടമെടുത്ത കാര്യമാണ്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം നമ്മൾ കടമെടുത്തിരിക്കുന്നത് ഫ്രാൻസിൽ നിന്നാണ്. പക്ഷെ അതിന് 42ാം ഭേദഗതിയായിട്ട് ബന്ധമില്ല. 42ാം ഭേദഗതിയായിട്ട് ബന്ധമില്ല. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓൾറെഡി ഉണ്ടായിരുന്നു. അത് അഖണ്ഡത അല്ലെങ്കിൽ ഇന്റഗ്രിറ്റി എന്ന പദം കൂട്ടിച്ചേർത്തു, ശരിയാണോ? അതെ, അഖണ്ഡത അല്ലെങ്കിൽ ഇന്റഗ്രിറ്റി എന്ന പദം കൂട്ടിച്ചേർത്തത് 42ാം ഭേദഗതിയിലാണ്. അതായത് ഇവിടെ ആൻസർ വരുന്നത് ഏതാണ് കുട്ടികളെ? 1 and 1, 3. ഓപ്ഷൻ ബി ആണ്. 1, 3 മാത്രമാണ് കേട്ടോ. ഓക്കെ, കിട്ടിക്കാണും എല്ലാവർക്കും. അടുത്ത, താഴെ പറയുന്ന വനിതകളിൽ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമല്ലാത്തതാര്? ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗം, അത് ഈസി ക്വസ്റ്റ്യൻ ആണ്. അക്കമ്മ ചെറിയാൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമല്ല എന്നുള്ള കാര്യം നമുക്ക് അറിയാം. ഓക്കെ, കാരണം മലയാളി വനിതകൾ 3 പേരെ അംഗമായിട്ടുള്ളൂ. അത് ഒന്ന് അമ്മു സ്വാമിനാഥനും ആനി മസ്കരീനും ദാക്ഷായണി വേലായുധനുമാണ് അല്ലെ? അമ്മു സ്വാമിനാഥൻ, ആനി മസ്കരിൻ, ദാക്ഷായണി വേലായുധൻ, ഈ 3 പേരാണ് മലയാളി വനിതകളായിട്ടുള്ളത്. അക്കമ്മ ചെറിയാൻ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ അംഗമല്ലായിരുന്നു. അതൊരു ഈസി ക്വസ്റ്റ്യൻ ആണ്. അടുത്ത്, കൂടുതൽ അധികാരത്തോടു കൂടിയ കേന്ദ്ര ഗവൺമെന്റ് എന്ന ഇന്ത്യൻ ഫെഡറലിസം ഏത് ഭരണഘടനയുടെ സ്വാധീനത്താൽ രൂപപ്പെടുത്തിയതാണ്? ശക്തമായ കേന്ദ്ര ഗവൺമെന്റ് ഉള്ള ഫെഡറലിസം, അതാണ് നമ്മുടെ ഇന്ത്യയിലെ ഫെഡറലിസം. ഇത് നമ്മൾ കടമെടുത്തിരിക്കുന്നത് ഏത് രാജ്യത്തിൽ നിന്നാണ് കേട്ട് കഴിഞ്ഞാൽ പിള്ളേരെ, അത് കാനഡയിൽ നിന്നാണ്. ഏത് രാജ്യത്തിൽ നിന്നാണ്? കാനഡയിൽ നിന്നാണ് നമ്മൾ ഈ രാഷ്ട്രീയം കടമെടുത്തിരിക്കുന്നത്. കാനഡ. ഓക്കെ,
ഇത് പഠിച്ചോ. ഇത് നിങ്ങൾക്ക് പല തവണ കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുണ്ട്. വീണ്ടും ഈ സാധനം ചോദിക്കും. അവഷ്ടാധികാരം ചോദിക്കുമ്പോൾ തന്നെ ഈ ശക്തമായ കേന്ദ്ര ഗവൺമെന്റോട് കൂടിയ ഇന്ത്യൻ ഫെഡറലിസം എന്ന ആശയം അതും നിങ്ങൾക്ക് ചോദിക്കും. ഓക്കെ ആണ്. അടുത്ത ചോദ്യം ചെയ്തേ. ഇതൊരു വിവാദ ക്വസ്റ്റ്യൻ ആണ്. കാരണം ഇതിന്റെ പ്രൊവിഷണൽ ആൻസർ കീ വന്ന സമയത്ത് ഓപ്ഷൻ ബി ആൻസറായി വരികയും എന്നാൽ ഫൈനൽ ആൻസർ കീ വന്ന സമയത്ത് ഇത് ചേഞ്ച് ആയിട്ട് ഓപ്ഷൻ ഡി ആൻസറായി വരികയും ചെയ്തു. നമുക്ക് നോക്കാം. ചോദ്യം ഇതാണ് പിള്ളേരെ. ഇന്ത്യൻ ഉപരാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു ഉപരാഷ്ട്രപതി ഇലക്ട്രൽ കോളേജിനെ കുറിച്ച് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലെ. ഉപരാഷ്ട്രപതി ഇലക്ട്രൽ കോളേജിൽ ആരൊക്കെയാ വരുന്നത്? രാജ്യസഭയിലെ മുഴുവൻ അംഗങ്ങളും എന്ന് പറയുമ്പോൾ നിലവിൽ നമ്മുടെ രാജ്യസഭയിൽ 245 അംഗങ്ങളാണ് ഉള്ളത്. അതിൽ 233 പേര് ഇലക്റ്റഡ് ആയിട്ടുള്ള അംഗങ്ങളും 12 പേര് നമ്മുടെ പ്രസിഡന്റ് നോമിനേറ്റ് ചെയ്തിട്ടുള്ള അംഗങ്ങളുമാണ്. മനസ്സിലായില്ലേ? അതായത് ഈ 233 പേർക്കും ഈ 12 പേർക്കും നമ്മുടെ വൈസ് പ്രസിഡന്റ് ഇലക്ഷൻ വോട്ട് ചെയ്യാൻ പറ്റും. കറക്റ്റ് അല്ലേ? 233 പേർക്കും, അതായത് തിരഞ്ഞെടുക്കപ്പെട്ട 233 പേർക്കും നോമിനേറ്റഡ് ആയിട്ടുള്ള 12 പേർക്കും രാഷ്ട്രപതി ഇലക്ഷന് വോട്ട് ചെയ്യാൻ പറ്റും. ക്ലിയർ ആണല്ലോ? അപ്പൊ നിങ്ങൾ നോക്കിക്കോ, രാജ്യസഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട എം പിമാർക്കെല്ലാം വോട്ടവകാശം ലഭിക്കുന്നു. ഒന്നാമത്തെ പ്രസ്താവന അങ്ങനെയാണ്, രാജ്യസഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട എം പിമാർക്കെല്ലാം വോട്ടവകാശം ലഭിക്കുന്നു. അത് തെറ്റാണാടെ. അതെങ്ങനെയാ തെറ്റാകുന്നേ? രാജ്യസഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട എം പിമാർക്ക് വോട്ടവകാശം ഇല്ലേ ഇതില്? അതാണ് ഞാൻ പറഞ്ഞത്, 233 തിരഞ്ഞെടുക്കപ്പെട്ടവർക്കുമുണ്ട്, അതുപോലെ 12 നോമിനേറ്റഡ് ആയുള്ള അംഗങ്ങൾക്കും ഉണ്ട്. അതായത് ഒന്നാമത്തെ തെറ്റല്ല. ഇതെങ്ങനെ തെറ്റാകുമായിരുന്നു? രാജ്യസഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട എം പിമാർക്ക് മാത്രം എന്നായിരുന്നെങ്കിൽ, വോട്ടവകാശം എന്നായിരുന്നെങ്കിൽ അത് തെറ്റായേനെ. ഇവിടെ എങ്ങനെയാണ്? രാജ്യസഭയിൽ തിരഞ്ഞെടുക്കപ്പെട്ട എം പിമാർക്ക് എല്ലാം വോട്ടവകാശം ലഭിക്കുന്നു. ശരിയാണ്, ആ പ്രസ്താവന ശരിയാണ്. ഇനി അടുത്ത്, ലോകസഭയിലെ മുഴുവൻ എം പിമാർക്കും വോട്ടവകാശം ലഭിക്കുന്നു. അതും ശരിയാണ്. രാജ്യസഭയിലെ മുഴുവൻ എം പിമാർക്കും വോട്ടവകാശം ലഭിക്കുന്നു. അതും ശരിയാണ്. ഇവിടെ നമ്മൾ നോക്കുമ്പം 1, 2, 3 എന്നൊരു ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല എന്നത് ഫൈനൽ ആൻസർ കീ വന്നു. മനസ്സിലായ? അപ്പൊ ഇത് എഴുതി തെറ്റിച്ച കുട്ടികളൊന്നും പറയാൻ പറ്റില്ല. കാരണം PSC ആദ്യം ഉദ്ദേശിച്ചിരുന്നത് ഓപ്ഷൻ ബി തന്നെയാണ്. അതുകൊണ്ടല്ലേ പ്രൊവിഷണൽ ആൻസർ കീയിൽ ഓപ്ഷൻ ബി വന്നേ. പ്രൊവിഷണൽ ആൻസർ കീയിൽ ഓപ്ഷൻ ബി വരികയും ഫൈനൽ ആൻസർ കീയിൽ ഓപ്ഷൻ ഡി വരികയും ചെയ്തു. സോ ഒരു ക്വസ്റ്റ്യൻ മാറുക എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമുക്ക് ഡിലീറ്റ് ആയി പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നം വരത്തില്ല. പക്ഷെ ഒരു ക്വസ്റ്റ്യൻ, ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യനിൽ ആൻസർ ചേഞ്ച് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കുട്ടികളെ, അത് ചിലപ്പോൾ ഭയങ്കരമായിട്ട് നമ്മളെ ബാധിക്കും. കാരണം നമുക്ക് 1.33 മാർക്ക് നമ്മൾ പുറകിലോട്ട് പോവുകയും ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞത് നമ്മൾ മറക്കണ്ട. നമ്മൾ ഇനി ഈ പരീക്ഷ കഴിയുമ്പോഴും നമ്മളെ കുട്ടികളും നമ്മൾ ഇരുന്നിട്ട് നമുക്കും ചലഞ്ച് ചെയ്യാൻ ക്വസ്റ്റ്യൻ നമ്മൾ ചലഞ്ച് ചെയ്യും അല്ലേ. നമ്മൾ കഴിഞ്ഞ LDയിലും LGSലും നമ്മളൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല. പക്ഷെ ഇതുപോലെ ഒരുപാട് ആൾക്കാർ ഗ്രൂപ്പായിട്ട് ഇങ്ങനെ ചലഞ്ച് ചെയ്തിട്ട് തന്നെയാണ് കുറെ ക്വസ്റ്റ്യൻസ് ഡിലീറ്റ് ആയി പോവുകയും. എന്താ ചെയ്യുന്നതെന്ന് അറിയാവോ? ഇപ്പം ഒരു വലിയ ഗ്രൂപ്പില് കുട്ടികളുണ്ടാവും. അവർ കോമൺ ആയിട്ട് ഇരുന്നിട്ട് അവർക്ക് തെറ്റിയ ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ മിസ്റ്റേക്ക് വന്ന ക്വസ്റ്റ്യനോ ഉണ്ടെങ്കിൽ അത് നോക്കിയിട്ട് എന്തെങ്കിലും കാര്യം വെച്ച് ചലഞ്ച് ചെയ്യും. അപ്പം ആ ഒരു വിഭാഗം കുട്ടികൾക്ക് മാത്രം അഡ്വാൻറ്റേജ് ഉണ്ടാവും. അത് മനസ്സിലായില്ലേ? ഓക്കെ, അപ്പൊ പക്ഷെ ഇത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സംഭവം ശരി തന്നെയാണ്. ഓപ്ഷൻ ഡി നമുക്ക് ശരിയായിട്ട് വരും. പക്ഷെ ഇത് ഡിലീറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ? കാരണം ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ക്വസ്റ്റ്യൻ ആണിത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കിക്കോണം, ഇവിടെ ആൻസർ വന്നത് ഓപ്ഷൻ ഡി ആണ്. ഇവിടെ ഫൈനൽ ആൻസറിൽ ഓപ്ഷൻ വന്നത് ഡി ആണ് വന്നത്. അതിനുള്ള റീസൺ ഞാൻ പറയുമ്പോൾ മനസ്സിലായല്ലോ നിങ്ങൾക്ക്. രാജ്യസഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട എം പിമാർക്ക് വോട്ടവകാശം ലഭിക്കുന്നുണ്ട് കേട്ടോ. അവർക്ക് മാത്രം എന്നായിരുന്നെങ്കിൽ അത് തെറ്റായേനെ. അവർക്ക് ലഭിക്കുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണ്. ശരി, അടുത്ത ചോദ്യം. ആ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചേ. അതില് ഡൗട്ട് ഇല്ലല്ലോ ആ ക്വസ്റ്റ്യനില്? ഇല്ല, മനസ്സിലായല്ലോ എന്താണ് സംഭവം എന്ന്? ഓക്കെ,
അടുത്ത ചോദ്യം, കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനത്തെ കുറിച്ച് പറയുന്നതിൽ സംസ്ഥാന ലിസ്റ്റിൽ പെടാത്ത വിഷയം ഏതാണ്? വളരെ ഈ അധികാര വിഭജനം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് കേട്ട് കഴിഞ്ഞാൽ അത് ലിസ്റ്റുകളെ കുറിച്ചാണ് പറയുന്നത്. ഇതില് സ്റ്റേറ്റ് ലിസ്റ്റിൽ വരാത്ത, സംസ്ഥാന ലിസ്റ്റിൽ വരാത്തത് എന്നതാണ് ചോദ്യം. നമുക്ക് നോക്കാം. കൃഷി സംസ്ഥാന ലിസ്റ്റിലല്ലേ? കൃഷി സംസ്ഥാന ലിസ്റ്റാണ്. ഓക്കെ. പൊതുജനാരോഗ്യം സംസ്ഥാന ലിസ്റ്റാണ്. വ്യാപാരവും വാണിജ്യവും സംസ്ഥാന ലിസ്റ്റാണ്. എന്നാല് വനം വരുന്നത് ഏതിലാ വരുന്നത് പിള്ളേരെ? വനം വരുന്നത് സംയുക്ത ലിസ്റ്റ് അല്ലെങ്കിൽ കൺകറന്റ് ലിസ്റ്റിലാണ് അല്ലേ? വനം വരുന്നത് കൺകറന്റ് ലിസ്റ്റിലാണ് വനം വരുന്നത് കേട്ടോ. അപ്പൊ ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം ചെയ്തേ. നോക്കാം. പിള്ളേരെ, മൗലിക കർത്തവ്യങ്ങൾ അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ കുറിച്ചുള്ള ചോദ്യമാണ്. മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർക്കുന്ന ശരിയായ പ്രസ്താവന ഏതാണ്? വകുപ്പ് 51A ഇവ പ്രതിപാദിക്കുന്നു. ശരിയാണല്ലേ? ഒന്ന് ശരിയാണ്. ഓക്കെ. ഭാഗം 3A ഇവ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. തെറ്റാണ്. 12 മൗലിക കർത്തവ്യങ്ങളാണ് ഉള്ളത്. അതും തെറ്റാണ്. മൗലിക കർത്തവ്യങ്ങൾ എത്രണ്ണോടാ? 11 മൗലിക കർത്തവ്യങ്ങളാണ് ഉൾപ്പെടുന്നത്. ഓക്കെ. ഉൾക്കൊണ്ടിരിക്കുന്ന ഭാഗം ചോദിക്കുകയാണെങ്കിൽ, പാർട്ട് ചോദിക്കുകയാണെങ്കിൽ 4A എന്ന് പറയുന്ന പാർട്ടിലാണ് ഉൾക്കൊണ്ടിരിക്കുന്നത് അല്ലേ? പാർട്ട് 4A 11 മൗലിക കർത്തവ്യങ്ങൾ. അതായത് ഇവിടെ നമുക്ക് വരേണ്ടത് 1 മാത്രം എന്നതായിരുന്നു. അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഈ ക്വസ്റ്റ്യനും PSC എന്ത് ചെയ്തു? ക്യാൻസൽ ചെയ്തു കേട്ടോ. ഈ ക്വസ്റ്റ്യനും ക്യാൻസൽ ആണ്. ഓക്കെ. അടുത്ത ചോദ്യം, ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ശ്രദ്ധിച്ച് ചെയ്യുക എല്ലാവരും. പിള്ളേരെ നോക്കിക്കോ. ഒന്നാമത്തെ പ്രസ്താവന നമുക്ക് വേണ്ടത് ശരിയായ പ്രസ്താവനകളാണ്. സഭയിൽ, അതായത് ഭരണഘടനാ നിർമ്മാണ സഭയിൽ പ്രധാനമായും 9 കമ്മിറ്റികൾ ഉണ്ടായിരുന്നു. നമ്മള് ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പ്രധാനപ്പെട്ട 8 കമ്മിറ്റികൾ ഉൾപ്പെടെ ടോട്ടൽ എത്ര കമ്മിറ്റി? പ്രധാനപ്പെട്ട 8 കമ്മിറ്റികൾ 8 എണ്ണം. ടോട്ടൽ എത്ര കമ്മിറ്റി? ടോട്ടൽ 22 കമ്മിറ്റിയാണ് ഉണ്ടായിരുന്നത്. അതിൽ പ്രധാനപ്പെട്ടത് 8 എണ്ണം. ടോട്ടൽ 22. സോ ഒന്നാമത്തെ പ്രസ്താവന തെറ്റാണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ ചന്നം പിന്നെ വെട്ടിക്കളയാം. ഓപ്ഷൻ ഡി നമുക്ക് വെട്ടാം, ഓപ്ഷൻ സി നമുക്ക് വെട്ടാം, ഓപ്ഷൻ ബിയും നമുക്ക് എന്ത് ചെയ്യാം? വെട്ടിക്കളയാം. കാരണം ഈ 3 എണ്ണത്തിൽ 1 കിടക്കുകയാണ് അല്ലേ? ഈ 3 എണ്ണത്തിൽ 1 ഉണ്ട്. ഒന്നാമത്തെ തെറ്റല്ലേ? നമുക്ക് ശരിയായ പ്രസ്താവനയല്ലേ വേണ്ടത്? അപ്പൊ ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്. രണ്ടാമത്തെ പ്രസ്താവന നോക്കാം. നെഹ്റു, പട്ടേൽ, അംബേദ്കർ തുടങ്ങിയവർ ഇതിന്റെ ചെയർമാൻമാരായിരുന്നു അല്ലെ? നെഹ്റു, പട്ടേൽ, അംബേദ്കർ തുടങ്ങിയവർ ഇതിന്റെ ചെയർമാൻമാരായിരുന്നു. അത് ശരിയാണ്. അസംബ്ലിയിലെ മീറ്റിംഗുകൾ പൊതുജനങ്ങൾക്ക് കാണാവുന്ന തരത്തിലായിരുന്നു. അതും ശരിയാണ് കേട്ടോ. അതും ശരിയാണ്. ഓക്കെ. ഇവിടെ നമ്മൾ ഈ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രം നമ്മൾ നോക്കിയാൽ മതി. പ്രധാനപ്പെട്ട കമ്മിറ്റികൾ 9 എണ്ണമല്ല 8 എണ്ണമായിരുന്നു. ടോട്ടൽ 22 എണ്ണം ഉണ്ടായിരുന്നു. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള ഓപ്ഷൻസ് എന്ത് ചെയ്യാം? വെട്ടിക്കളയാം. ഓക്കെ. ഡൗട്ടില്ലല്ലോടാ? ഇല്ല. ഓക്കെ. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടന അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും കടമെടുത്ത ആശയങ്ങളിൽ ശരിയേത്? ഒരു ഭരണഘടന പഠിച്ചു തുടങ്ങുന്ന കുട്ടികൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, നിർദ്ദേശക തത്വങ്ങൾ നമ്മൾ കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നല്ല? അമേരിക്കയിൽ നിന്നല്ല, അത് അയർലാൻഡിൽ നിന്നാണ് അല്ലെ? നിർദ്ദേശക തത്വങ്ങൾ അല്ലെങ്കിൽ DPSP നമ്മൾ കടമെടുത്തിരിക്കുന്നത് അയർലാൻഡിൽ നിന്നാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കറക്റ്റ് ആണ്. അപ്പൊ ഒന്നാമത്തത് ശരിയല്ല, തെറ്റാണ്.
വെട്ടാം, എ വെട്ടാം, ബി വെട്ടാം, ഡി വെട്ടാം. മനസ്സിലായ? എ വെട്ടിക്കളയാം, ബി വെട്ടിക്കളയാം, ഡി വെട്ടിക്കളയാം. നിങ്ങൾ ബാക്കിയുള്ള നോക്കിയില്ലെങ്കിൽ കുഴപ്പമില്ല, കാരണം ഒന്നാമത്തത് എന്തായാലും വരത്തില്ല. അപ്പൊ ഒന്നാമത്തത് വെച്ചിട്ട് നമുക്ക് വെട്ടിക്കളയാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. മൗലിക അവകാശങ്ങൾ ശരിയാണ്. നിഷ്പക്ഷമായിട്ടുള്ള നീതിന്യായ വ്യവസ്ഥ, നമ്മൾ സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ അല്ലെ, ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി നമ്മൾ അമേരിക്കയിൽ നിന്ന് കടമെടുത്തൊരു കാര്യമാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് വരുന്നത് only 2 and 3 ആണ്. only 2 and 3 ആണ് വരുന്നത്. ഓക്കെ അല്ലേ? ഡൗട്ട് ഇല്ലല്ലോ? ഇല്ല. ഓക്കെ, അടുത്ത ചോദ്യം ചെയ്തേ. ഇന്ത്യൻ ഭരണഘടന ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്ന് കടമെടുത്ത ആശയങ്ങൾ ഏതെല്ലാം? നേരത്തെ നമ്മൾ പറഞ്ഞതേ ഉള്ളൂ, ശക്തമായ കേന്ദ്ര ഗവൺമെന്റോട് കൂടിയ ഫെഡറൽ സമ്പ്രദായം അല്ലെങ്കിൽ അർദ്ധ ഫെഡറൽ സമ്പ്രദായം നമ്മൾ കടമെടുത്തിരിക്കുന്നത് കാനഡയിൽ നിന്നാണ് അല്ലെ. കാനഡയിൽ നിന്നാണ് നമ്മൾ കടമെടുത്തിരിക്കുന്നത്. അർദ്ധ ഫെഡറൽ സമ്പ്രദായം നമ്മൾ കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്ട? കാനഡയിൽ നിന്നാണ്. അതായത് ഒന്നാമത്തത് തെറ്റ്. എ വെട്ടിക്കളയാം, സി വെട്ടിക്കളയാം, ഡി വെട്ടിക്കളയാം. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി. ഓക്കെ, ക്ലിയർ അല്ലേ? അതായത് കേവല ഭൂരിപക്ഷ സമ്പ്രദായം നമ്മൾ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് കടമെടുത്തതാണ്. നിയമനിർമ്മാണ പ്രക്രിയ, അതും നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ ആ ഒരു പോയിന്റ് ഉണ്ടായിരുന്നില്ല, നിയമനിർമ്മാണ പ്രക്രിയ കടമെടുത്തതായിട്ട് ബന്ധപ്പെട്ട് അതും ബ്രിട്ടീഷ് ഭരണത്തിൽ തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ. അർദ്ധ ഫെഡറൽ സമ്പ്രദായം അല്ലെങ്കിൽ ശക്തമായ കേന്ദ്ര ഗവൺമെന്റോട് കൂടിയ ഫെഡറൽ സമ്പ്രദായം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് എവിടെ നിന്നാണ് കുട്ടികളെ? അത് കാനഡയിൽ നിന്നാണ് കേട്ടോ, കാനഡയിൽ നിന്നാണ്. ആ ഒരു ആശയം ബേസ് ചെയ്ത് നിങ്ങൾക്ക് ചോദ്യം വീണ്ടും വീണ്ടും വരും. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ അത് മനസ്സിലായല്ലോ ഈ രണ്ട് ക്വസ്റ്റ്യനും. ഓക്കെ, ഭരണഘടനയുടെ 19-ാം വകുപ്പ് പ്രകാരം ശരിയായ പ്രസ്താവന ഏതാണ്? ഭരണഘടനയുടെ 19-ാം വകുപ്പ് പ്രകാരം ശരിയായ പ്രസ്താവന ഏതാണ്? നോക്കിയോ പിള്ളേരെ, 19-ാം വകുപ്പില് സഞ്ചാര സ്വാതന്ത്ര്യം പറയുന്നുണ്ടോ? 19-ാം വകുപ്പിൽ സഞ്ചാര സ്വാതന്ത്ര്യം പറയുന്നുണ്ട് അല്ലെ. 19(1)(d)യിൽ എന്ത് ചെയ്യുന്നുണ്ട്? സഞ്ചാര സ്വാതന്ത്ര്യം പറയുന്നുണ്ട്. അപ്പൊ അത് ശരി. വിദ്യാഭ്യാസത്തിനുള്ള സ്വാതന്ത്ര്യം പറയുന്നുണ്ടാടാ? വിദ്യാഭ്യാസത്തിന്റെ സ്വാതന്ത്ര്യം പറയുന്നുണ്ടാ? വിദ്യാഭ്യാസത്തിന്റെ സ്വാതന്ത്ര്യം അതിൽ പറയുന്നില്ല അല്ലെ, 19 പറയുന്നില്ല. വിദ്യാഭ്യാസത്തിന്റെ സ്വാതന്ത്ര്യമല്ല, വിദ്യാഭ്യാസത്തിന്റെ അവകാശം പറയുന്നത് 21A വിദ്യാഭ്യാസത്തിനുള്ള അവകാശം എന്ത് ചെയ്യുന്നത് പറയുന്നത് 21A എന്ന് പറയുന്ന ആർട്ടിക്കിളിലാണ്. സംഘടനാ രൂപീകരണത്തിലുള്ള സ്വാതന്ത്ര്യം പറയുന്നുണ്ടോ? 19 പറയുന്നുണ്ട് അല്ലെ. സംഘടനാ രൂപീകരണത്തിലുള്ള സ്വാതന്ത്ര്യം പറയുന്നുണ്ട്. 19(1)(c) സംഘടനാ രൂപീകരണത്തിലുള്ള സ്വാതന്ത്ര്യം പറയുന്നുണ്ട്. സോ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഏതൊക്കെയാ? only 1 and 3 ആണ്. ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വേണം. only 1 and 3 ആണ് കേട്ടോ. ഓക്കെ അല്ലേ? അപ്പൊ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യ അല്ല, അവകാശത്തെ കുറിച്ച് പറയുന്നത് 21A കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, അടുത്തത് വീണ്ടും ഉപരാഷ്ട്രപതി വന്നിട്ടുണ്ട്. ഉപരാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന ശരിയായ പ്രസ്താവന ഏത് എന്നതാണ് ചോദ്യം. എല്ലാവരും ചെയ്തേ ഉഷാറായിട്ട് നിന്നേ. പിള്ളേരെ നോക്കിയോ, ഉപരാഷ്ട്രപതിയെ 5 വർഷത്തേക്കാണ് തിരഞ്ഞെടുക്കുന്നത്, ശരിയല്ലേ? ഉപരാഷ്ട്രപതിയെ 5 വർഷത്തേക്കാണ് തിരഞ്ഞെടുക്കുന്നത്, ശരിയാണ്. ഉപരാഷ്ട്രപതി രാജ്യസഭ അധ്യക്ഷനാണ്, ശരിയല്ലേ? ഉപരാഷ്ട്രപതി രാജ്യസഭ അധ്യക്ഷനാണ്, ശരിയല്ലേ? പക്ഷെ നിങ്ങൾക്ക് ഈ ഒരു പോയിന്റിൽ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് പോലെയാണ് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. ഓക്കെ, അതിൽ പലർക്കും ഡൗട്ട് വന്നതാണ്. അത് കൺഫ്യൂഷൻ വരും. എടാ നിങ്ങൾ നോക്കുക, പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് പോലെയാണോ എന്ന് കേട്ട് കഴിഞ്ഞാൽ ആണ്. ഓക്കെ, അതായത് 2 പേർക്കും ഇലക്ട്രൽ കോളേജുകളുണ്ട്. 2 ഇലക്ഷനുകളും നടത്തുന്നത് സെൻട്രൽ ഇലക്ഷൻ കമ്മീഷനാണ്, കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനാണ് ഇലക്ഷൻ നടത്തുന്നത്. 2 പേരെയും തിരഞ്ഞെടുക്കുന്നത് ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയിലെ ഏക കൈമാറ്റ വോട്ട് സമ്പ്രദായ പ്രകാരമാണ്. ആ ഒരു സാധനം നിങ്ങൾ കേട്ട് വെച്ചോണം. ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ, ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ, അതായത് നമ്മൾ പ്രപ്പോർഷണൽ റെപ്രസെന്റേഷൻ എന്ന് പറയും.
ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയില് ഏക കൈമാറ്റ വോട്ട് പ്രകാരം കേട്ടോ, ഏക കൈമാറ്റ വോട്ട് സമ്പ്രദായ പ്രകാരമാണ് രാഷ്ട്രപതിയെയും ഉപരാഷ്ട്രപതിയും തിരഞ്ഞെടുക്കുന്നത്. മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ ഇവിടെ ഈ ഉദ്ദേശിച്ചിരിക്കുന്നത് പ്രസിഡന്റ് തിരഞ്ഞെടുക്കുന്നത് പോലെ തന്നെയാണ് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. അതിലൊരൊറ്റ കാര്യത്തിലെ മാറ്റം വരുന്നുള്ളൂ. എന്താണ് മാറ്റം? ഇലക്ട്രൽ കോളേജിൽ വരുന്ന വ്യത്യാസം. മനസ്സിലായ? ഇലക്ട്രൽ കോളേജിൽ വരുന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇലക്ട്രൽ കോളേജിൽ നമ്മൾ നേരത്തെ പറഞ്ഞു, രാഷ്ട്രപതി ആണെങ്കിൽ രാജ്യസഭയിലെ ഇലക്ടഡ് ആയിട്ടുള്ള മെമ്പേഴ്സ്, ലോകസഭയിൽ ഇലക്ടഡ് ആയിട്ടുള്ള മെമ്പേഴ്സ്, അതുപോലെ സംസ്ഥാന നിയമസഭയിൽ ഇലക്ടഡ് ആയിട്ടുള്ള മെമ്പേഴ്സ്. പിന്നെ വൈസ് പ്രസിഡന്റ് ആണെങ്കിൽ ആരൊക്കെയാ? രാജ്യസഭയിലെയും ലോകസഭയിലെയും മുഴുവൻ അംഗങ്ങൾ. ഈ ഇലക്ട്രൽ കോളേജിന്റെ ഒരു കാര്യത്തിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. തിരഞ്ഞെടുക്കുന്ന രീതി ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയിലെ, അതായത് പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ എന്ന് പറയുന്ന സിസ്റ്റത്തില് ഏക കൈമാറ്റ സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് എന്ന് പറയും കേട്ടോ. ഏക കൈമാറ്റ വോട്ട് സമ്പ്രദായ പ്രകാരമാണ് തിരഞ്ഞെടുക്കുന്നത്. അതായത് ഇവിടെ ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത് ഓപ്ഷൻ സി ആണ്. ആൾ ദ എബോ ആണ് ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത്. ഇത് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ ഒരുപാട് കുട്ടികൾക്ക് കൺഫ്യൂഷൻ വന്ന കാരണം ഈ നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ഓൺലി 1 and 2 എന്നൊരു സ്റ്റേറ്റ്മെന്റ് ഇവിടെ കിടക്കുന്നത് കൊണ്ട് പല കുട്ടികൾക്കും തെറ്റിയ ക്വസ്റ്റ്യൻ ആണ്. മനസ്സിലായ? കാരണം നമ്മൾ എന്താണ്, നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ ആലോചിക്കാം, പ്രസിഡന്റിന് ഇലക്ട്രൽ കോളേജ് പോലെ അല്ലല്ലോ വൈസ് പ്രസിഡന്റ് ഇലക്ട്രൽ കോളേജ്. ആ ഒരു കാര്യത്തിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. തിരഞ്ഞെടുക്കുന്ന രീതിയൊക്കെ സെയിം ആണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ? തെറ്റിയ ആൾക്കാരുണ്ടാകും. അപ്പൊ അത് ഈ ഒരു കാര്യം ശ്രദ്ധിച്ചു വെച്ച് വേണം. ഈ ഒരു പോയിന്റ് ഇനി എപ്പോ കണ്ടു കഴിഞ്ഞാലും നിങ്ങൾ ഓർത്തിരിക്കുക, പ്രസിഡന്റ് തിരഞ്ഞെടുക്കുന്നത് പോലെ തന്നെയാണ് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് കേട്ടോ. ഓക്കെ, കൊല്ലം LDCയുടെ ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, അടുത്ത ചോദ്യം. ഭരണഘടനയിലെ 73ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന എന്നാണ് ചോദ്യം. 73ാം ഭേദഗതി ശരിയായ പ്രസ്താവന. വളരെ പഞ്ചായത്തി രാജ് സമ്പ്രദായത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നു. ശരിയാണോ? 73 ശരിയല്ലേ? എല്ലാവരും പറയടാ. അതെ, ശരിയാണ്. പഞ്ചായത്തി രാജ് ശരിയാണ്. ഓക്കെ, ഒന്ന് ശരിയാണ്. അടുത്ത ചോദ്യം നോക്കുക. 12ാം ഷെഡ്യൂളിൽ 73ാം ഭേദഗതി ഉൾപ്പെടുത്തിയിരിക്കുന്നു. 73ാം ഭേദഗതി ഉൾപ്പെടുത്തിയിരിക്കുന്നത് 11ാം ഷെഡ്യൂളിലാണ്. 12ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് 74ാം ഭേദഗതിയാണ്. 12ാം ഷെഡ്യൂൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് 74ാം ഭേദഗതി അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ആക്ട് ആണ്. 11ാം ഷെഡ്യൂളിലാണ് ഈ പഞ്ചായത്തി രാജിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ത്രിതല ഭരണ സമ്പ്രദായം പ്രദാനം ചെയ്യുന്നു. കറക്റ്റ് അല്ലേ? ത്രിതല ഭരണ സമ്പ്രദായം അല്ലേ പ്രദാനം ചെയ്യുന്നത്? അതെ, കറക്റ്റ് ആണ്. ത്രിതല ഭരണ സമ്പ്രദായമാണ് പ്രദാനം ചെയ്യുന്നത്. അതായത് ഗ്രാമപഞ്ചായത്തുകൾ, ബ്ലോക്ക് പഞ്ചായത്തുകൾ, ജില്ലാ പഞ്ചായത്തുകൾ അല്ലേ? ഗ്രാമപഞ്ചായത്തുകൾ, ബ്ലോക്ക് പഞ്ചായത്തുകൾ, ജില്ലാ പഞ്ചായത്ത്, ഇതാണ് ത്രിതല ഭരണ സംവിധാനം എന്ന് പറയുന്നത് അല്ലെ? ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്. ഇവിടെ തന്നെ ഇതേ രീതിയിൽ ഒരു ചോദ്യം വരാറുണ്ട്. എല്ലാ സംസ്ഥാനങ്ങളിലും ബ്ലോക്ക് പഞ്ചായത്തുകൾ രൂപീകരിക്കണം, അല്ലെങ്കിൽ എല്ലാ സംസ്ഥാനങ്ങളിലും ത്രിതല ഭരണ സംവിധാനം രൂപീകരിക്കണം എന്നുണ്ടോ? എല്ലാ സംസ്ഥാനങ്ങളിലും ത്രിതല ഭരണ സമ്പ്രദായം, അതായത് ഗ്രാമം, ബ്ലോക്ക്, ജില്ല അങ്ങനെ രൂപീകരിക്കണമെന്നുണ്ടോ? വളരെ ഇല്ല. ചെറിയ സംസ്ഥാനങ്ങളിൽ ത്രിതല ഭരണ സംവിധാനം വേണമെന്നില്ല. അവിടെ ഗ്രാമപഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും മാത്രമായാലും പ്രശ്നമില്ല. അങ്ങനെ രൂപീകരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. മനസ്സിലായോ? ഓക്കെയാണ്. അപ്പൊ ഇവിടെ മറക്കണ്ട, 73ാം ഭേദഗതി 11ാമത്തെ ഷെഡ്യൂളിലും 74ാം ഭേദഗതിയാണ് 12ാമത്തെ ഷെഡ്യൂളിലും വരുന്നത്. ഓക്കെ, സെറ്റ് അല്ലേ? സെറ്റാണ്. അപ്പൊ ഇവിടെ ആൻസർ ഏത് വരുവാടാ? ഇവിടെ ആൻസർ ഏതാ വരുന്നേ? പറഞ്ഞേ, ഇവിടെ ആൻസർ ഏതാ വരുന്നേ? ആൻസർ ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓൺലി 1 and 3. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തേ. താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയേത് എന്നതാണ് ചോദ്യം. നോക്കിക്കോ. മുഖ്യമന്ത്രിയെ നിയമിക്കുന്നത് സംസ്ഥാനത്തെ ഗവർണറാണ്. ശരിയാണാടെ? മുഖ്യമന്ത്രിയെ നിയമിക്കുന്ന സംസ്ഥാന ഗവർണറാണ്. അത് ശരിയാണ്. മുഖ്യമന്ത്രിയെ നിയമിക്കുന്ന സംസ്ഥാന ഗവർണറാണ്. ശരിയാണ്. ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ്. മന്ത്രിസഭയെ ഗവർണർ മുഖ്യമന്ത്രിയുടെ ഉപദേശപ്രകാരം നിയമിക്കുന്നു. അതും ശരിയാണ്. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്, നമ്മളിപ്പം സംസ്ഥാനത്തായാലും ശരി തന്നെ, അതുപോലെ തന്നെ കേന്ദ്രത്തിലായാലും ശരി തന്നെ, ഗവർണർ മുഖ്യമന്ത്രിയെ നിയമിക്കും.
അതുപോലെ കേന്ദ്രമാകുമ്പോൾ രാഷ്ട്രപതി പ്രധാനമന്ത്രിയെ നിയമിക്കും. പിന്നെ ഈ ലെഫ്റ്റ് ആയിക്കോ. പിന്നെ ഈ രണ്ട് ആൾക്കാരുടെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ ഉപദേശപ്രകാരമാണ് മന്ത്രിസഭയെ രൂപീകരിക്കുന്നത്, അല്ലേ, അല്ലെങ്കിൽ നിയമിക്കുന്നത്. മനസ്സിലായ? അതായത് സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രി ഗവർണറോട് ഉപദേശിക്കുന്നത് പ്രകാരമാണ് മന്ത്രിസഭയെ രൂപീകരിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിൽ എങ്ങനെയെന്ന് കേട്ട് കഴിഞ്ഞാല് പ്രധാനമന്ത്രി രാഷ്ട്രപതിയോട് ഉപദേശിക്കുന്ന രീതിയിലാണ് മന്ത്രിസഭയെ രൂപീകരിക്കുന്നത്. അപ്പൊ അത് ഓർത്തിരിക്കുക, ചോദ്യം വരും. അടുത്ത്, മന്ത്രിസഭയ്ക്ക് ഗവർണറോട് കൂട്ടുത്തരവാദിത്തമുണ്ട്, ശരിയോ തെറ്റോ? പിള്ളേരെ, സംസ്ഥാന മന്ത്രിസഭയ്ക്ക് കൂട്ടുത്തരവാദിത്തം ആരോടാണ്? സംസ്ഥാന മന്ത്രിസഭയ്ക്ക് കൂട്ടുത്തരവാദിത്തം നിയമസഭയോടാണ് സംസ്ഥാന മന്ത്രിസഭയ്ക്ക് കൂട്ടുത്തരവാദിത്തം. കേന്ദ്ര മന്ത്രിസഭയ്ക്ക് കൂട്ടുത്തരവാദിത്തം ആരോടാണ്? പിള്ളേരെ, കേന്ദ്ര മന്ത്രിസഭയ്ക്ക് കൂട്ടുത്തരവാദിത്തം ലോകസഭയോടാണ്. കേന്ദ്ര മന്ത്രിസഭയ്ക്ക് കൂട്ടുത്തരവാദിത്തം ലോകസഭയോടാണ്. ഓക്കെ, അതായത് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്, only 1 and 2. ഓക്കെ, അടുത്ത ചോദ്യം. ആലോചിച്ച് എഴുതിയേ. നോക്കാം. എടാ, ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതായത് ഇതാണ് ആ സംഭവം. നമ്മുടെ ഭരണഘടനാപരമായിട്ടുള്ള പദവികളിൽ വിവാദമായൊരു പദവി ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഏത് പദവിയായിരുന്നു? ഗവർണർ പദവിയാണ്. കാരണം ഗവർണറെ നിയമിക്കുന്നത് കേന്ദ്ര മന്ത്രിസഭയുടെ ഉപദേശപ്രകാരമാണ്. രാഷ്ട്രപതിയാണ് ഗവർണർ നിയമിക്കുന്നത്, നിങ്ങൾക്ക് അറിയാം അല്ലേ? സെൻട്രൽ ഗവൺമെന്റിന്റെ ഉപദേശപ്രകാരമാണ് രാഷ്ട്രപതി ഗവർണറെ നിയമിക്കുന്നത്, അല്ലാതെ ഗവർണറെ ഇലക്ഷനിലൂടെ തിരഞ്ഞെടുക്കുന്നതല്ല എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് അത് വിവാദമായതെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ ആൻസർ വരുന്നത് നോക്കാം. കേന്ദ്ര മന്ത്രിസഭയുടെ ഉപദേശപ്രകാരം രാഷ്ട്രപതിയാണ് ഗവർണറെ നിയമിക്കുന്നത്. ശരിയായ പ്രസ്താവനയാണ്, അതിൽ തെറ്റില്ല. അടുത്ത്, ഭരണകാര്യങ്ങളിൽ ഗവർണർ മുഖ്യമന്ത്രിയെ സഹായിക്കുന്നു. ഭരണകാര്യങ്ങളിൽ മുഖ്യമന്ത്രി ഗവർണറെ സഹായിക്കുന്നു. ഗവർണറെ സഹായിക്കാനും ഗവർണർക്ക് വേണ്ട ഉപദേശങ്ങൾ നൽകുന്നതിന് വേണ്ടിയിട്ടാണ് മുഖ്യമന്ത്രി തലവനായിട്ടുള്ള മന്ത്രിസഭ സംസ്ഥാനങ്ങളുള്ളത്. ഓക്കെ, അപ്പൊ ഇത് രണ്ടാമത്തത് തെറ്റാണ്. രണ്ടാമത്തെ തെറ്റാണ്. അടുത്ത്, സംസ്ഥാന ഭരണനിർവഹണ വിഭാഗത്തിന്റെ തലവൻ അല്ലെങ്കിൽ കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവൻ ആരാണ്? ഗവർണറാണ്. അതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അപ്പൊ ആൻസർ ഏതുവരോടാ? ആൻസർ ഓപ്ഷൻ എ ആണ്, only 1 and 3. ഓക്കെ, ഇതില് ഒന്നാമത്തെ പോയിന്റിൽ ആർക്കും കൺഫ്യൂഷൻ വന്നോടെ? കേന്ദ്ര മന്ത്രിസഭയുടെ ഉപദേശപ്രകാരം രാഷ്ട്രപതിയാണ് ഗവർണർ നിയമിക്കുന്നതെന്ന് നിങ്ങളത് നോക്കിയാൽ മതി. ഗവർണർ പിന്നെ എങ്ങനെ നിയമിക്കുന്നത്? ഗവർണർക്ക് ഇലക്ഷൻ ഇല്ലല്ലോ. ഗവർണർക്ക് ഇലക്ഷൻ ഉണ്ടോ? ഗവർണർക്ക് ഇലക്ഷൻ ഇല്ലല്ലോ. കേന്ദ്ര മന്ത്രിസഭ പറയും നിങ്ങൾക്ക് ഗവർണറാണ് നിയമിക്കണമെന്ന് അറിയായിരുന്നോ? അല്ല, രാഷ്ട്രപതിയാണ് ഗവർണർ നിയമിക്കണമെന്ന് അറിയായിരുന്നോ? അതറിയായിരുന്നു. അത് സെൻട്രൽ ഗവൺമെന്റ് ഉപദേശപ്രകാരമാണ്. അതുകൊണ്ടല്ലേ ഇപ്പൊ നിങ്ങൾ നോക്കിയാൽ മതി, ഇപ്പം പല സംസ്ഥാനങ്ങളിലും BJP നേതാക്കളല്ലേ ഗവർണറായിട്ട് ഇരിക്കുന്നേ. കാരണം ഇപ്പം കേന്ദ്രം ഭരിക്കുന്നത് ND ആയതുകൊണ്ട് അവർക്ക് താല്പര്യമുള്ളവരെ എന്ത് ചെയ്യും? രാഷ്ട്രപതിയെ കൊണ്ട് നിയമിപ്പിക്കും. അതുകൊണ്ടാണ് ഈ ഗവർണർ എന്ന പദവി വിവാദമായത് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ശരി, നോക്കിക്കോ. അപ്പൊ അത് ക്ലിയർ ആണ്. ഡൗട്ട് എന്തെങ്കിലും ചോദിച്ചാൽ കുഴപ്പമില്ലല്ലോ. ഓക്കെ ആണല്ലോ. ശരി, സാർ ഒരു ഡൗട്ട് സാർ. ഓക്കെ സാർ, അപ്പം അതായത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ശുപാർശയൊന്നും വേണ്ട അല്ലേ സാർ? അഭിപ്രായം ഒന്നും ചോദിക്കൂല? ഇല്ല, സ്റ്റേറ്റ് ഗവൺമെന്റിനോട് റോളില്ല. സെൻട്രൽ ഗവൺമെന്റ് നിയമിക്കുന്നു, അത്രേ ഉള്ളൂ. കാരണം സ്റ്റേറ്റ് ഗവൺമെന്റ് ചോദിക്കാൻ പറ്റത്തില്ലല്ലോ. സ്റ്റേറ്റിന്റെ എക്സിക്യൂട്ടീവ് ഹെഡ് അല്ലേ ഗവർണർ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ അങ്ങ് നിയമിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ഡിഗ്രി ലെവലിൽ ചോദ്യം വന്നിട്ടുണ്ട്. ഭരണഘടനാപരമായിട്ട് വിവാദമായ പദവി അത് ഗവർണറാണ്. അത് ഇതുകൊണ്ടാണ്, ഇലക്ഷൻ ഇല്ലാത്തത് കൊണ്ടും സെൻട്രൽ ഗവൺമെന്റിന് അധികാരം വരും അതില്, നിയമനത്തില്. അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, അടുത്ത, ഇന്ത്യൻ ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ കുറിച്ച് ശരിയായ വസ്തുത താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്?
ഇന്ത്യൻ ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. വളരെ ഡോക്ടർ BR അംബേദ്കർ അധ്യക്ഷൻ, ശരിയല്ലേ? ഡോക്ടർ BR അംബേദ്കർ അധ്യക്ഷൻ, ശരിയാണ്. ഡോക്ടർ BR അംബേദ്കർ അധ്യക്ഷൻ, ശരിയാണ്. ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകി, ശരിയോ തെറ്റോ? ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകി, തെറ്റി. ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകുന്നത് ആരാണ്ടാ? കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ആണല്ലേ. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയാണ് ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകുന്നത്. ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകുന്നത് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയാണ്. 7 അംഗങ്ങളെ ഉൾപ്പെടുത്തി രൂപീകരിക്കപ്പെട്ട കമ്മിറ്റി, ശരിയല്ലേ? 7 അംഗങ്ങളെ ഉൾപ്പെടുത്തി രൂപീകരിക്കപ്പെട്ട കമ്മിറ്റി, ശരിയാണ്. അടുത്ത് 1946 ഓഗസ്റ്റ് 29 ഈ സമിതി രൂപീകരിച്ചു, ശരിയോ തെറ്റോ? 1947 ആണല്ലേ, 46 അല്ല, 1947 ആണ്. 47 ഓഗസ്റ്റ് 29 47 ഓഗസ്റ്റ് 29 ഈ പറഞ്ഞ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ത് ചെയ്തത്? രൂപീകരിച്ചത്. അതായത് ഇവിടെ ശരിയായിട്ട് വരുന്നത് 1-3 എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. 1-3 എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകുകയല്ല ചെയ്തത്, ഭരണഘടന എഴുതി തയ്യാറാക്കുകയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയ്തതെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയത് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയാണ്, ഭരണഘടനാ നിർമ്മാണ സഭയാണ് അംഗീകാരം നൽകിയത് കേട്ടോ. ഓക്കെ അല്ലേ? ഭരണഘടനയ്ക്ക് അധികാരം നൽകുന്നത് ആരാ? ഭരണഘടനയ്ക്ക് അധികാരം നൽകുന്നത് ആരാണ്? അത് ജനങ്ങളാണ്. ഓക്കെ, അടുത്ത ചോദ്യം ചെയ്തേടാ. സാർവത്രിക വോട്ടവകാശം, മത്സരിക്കാനുള്ള അവകാശം എന്നിവയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ഏറ്റവും അനുയോജ്യമായ വസ്തുതകൾ ഏതാണ്? ചെയ്തേ. സാർവത്രിക വോട്ടവകാശം, മത്സരിക്കാനുള്ള അവകാശം എന്നിവയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ഏറ്റവും അനുയോജ്യമായ വസ്തുതകൾ ഏതാണ്? എല്ലാവരും വായിച്ചൊക്കെ ചെയ്തേ. സാർവത്രിക വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ വേണം ലോകസഭ, നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടത്തേണ്ടത് എന്ന് വകുപ്പ് 326 പ്രതിപാദിക്കുന്നു. അത് ശരിയാണ്. സാർവത്രിക വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ വേണം ലോകസഭ, നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടത്തേണ്ടത് എന്ന് വകുപ്പ് 326 പ്രതിപാദിക്കുന്നു. വകുപ്പ് 331 സാർവത്രിക വോട്ടവകാശത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നു. അത് തെറ്റാണ്. വകുപ്പ് 326 നമ്മളിപ്പോ മുകളിൽ പറഞ്ഞേ ഉള്ളൂ. അപ്പൊ രണ്ടാമത്തത് എന്താണ് പിള്ളേരെ? തെറ്റാണ്. രണ്ടാമത്തത് തെറ്റാണ്. ഓക്കെ, ഈ രണ്ടാമത്തെ പോയിന്റ് അറിയാമെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറ്റും. വകുപ്പ് 331 അല്ല, വകുപ്പ് 326 സാർവത്രിക വോട്ടവകാശം എന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഉത്തരം എഴുതാൻ പറ്റും. കാരണം ഓപ്ഷൻ എയിൽ 2 ഉണ്ട്, നമുക്ക് വെട്ടിക്കളയാം. ഓപ്ഷൻ ബിയിൽ 2 ഉണ്ട്, വെട്ടിക്കളയാം. നോക്കി, ഓപ്ഷൻ സിയിലും 2 ഉണ്ട്. കാരണം 1 മുതൽ 4 വരെ ശരി എന്നാണ് കൊടുത്തിട്ടുണ്ട്, അതും നമുക്ക് വെട്ടിക്കളയാം. ഈ ഒരു പോയിന്റ് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. രണ്ടാമത്, അതായത് ആർട്ടിക്കിൾ 326 സാർവത്രിക വോട്ടവകാശം എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിരുന്നാൽ നിങ്ങൾക്ക് വെട്ടിക്കളഞ്ഞ് ഉത്തരം എടുക്കാം. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓക്കെ, നമുക്ക് നോക്കാം. അടുത്ത് 1989 61 ഭേദഗതിയിലൂടെ വോട്ടവകാശത്തിനുള്ള പ്രായം 21 നിന്നും 18 കുറച്ചു, ശരിയല്ലേടാ? 89 61 ഭേദഗതിയിലൂടെ വോട്ടവകാശത്തിനുള്ള പ്രായം രാജീവ് ഗാന്ധി 21 നിന്നും 18 കുറച്ചു. ഓക്കെ, അതും ശരിയാണ്. ഓക്കെ, അപ്പൊ നാലാമത്തത് തെറ്റാണ്. 89 62 ഭേദഗതിയിൽ വോട്ടിംഗ് പ്രായം കുറച്ചോ? തെറ്റാണ്. 61 ഭേദഗതിയിലാണ് വോട്ടിംഗ് പ്രായം കുറച്ചത്. അപ്പൊ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. ഓക്കെ അല്ലേ? 6:40 നമുക്ക് കണ്ടിന്യൂ ചെയ്യാമല്ലോ, കുഴപ്പമില്ലല്ലോ. ആർക്കെങ്കിലും പോകണമെങ്കിൽ ചോദിച്ച് ലെഫ്റ്റ് ആയാൽ മതി കേട്ടോ. അർജന്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ. ഓക്കെ, അതിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ച് ലെഫ്റ്റ് ആയാൽ മതി. അടുത്ത ചോദ്യം. രാജ്യസഭയുടെ പ്രത്യേക അധികാരങ്ങളെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന ഏതാണ്? രാജ്യസഭയുടെ പ്രത്യേക അധികാരങ്ങളെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന ഏതാണ്? വായിച്ച് നോക്കിയിട്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തേ. നോക്കാം. സംസ്ഥാനങ്ങളെ ബാധിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും രാജ്യസഭയുടെ അംഗീകാരത്തിനും പരിഗണനയ്ക്കും വിടണം. ശരിയാണോ? സംസ്ഥാനങ്ങളെ ബാധിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും രാജ്യസഭയുടെ അംഗീകാരത്തിനും പരിഗണനയ്ക്കും വിടണം എന്ന് പറഞ്ഞാൽ ശരിയാണോ? ശരിയാണ്. കാരണം കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് രാജ്യസഭയാണ് അല്ലേ? സംസ്ഥാനങ്ങളുടെ കൗൺസിൽ രാജ്യസഭ ആയതുകൊണ്ട് തന്നെ
ഈ സംസ്ഥാനങ്ങളെ ബാധിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും രാജ്യസഭയുടെ അംഗീകാരത്തിനും പരിഗണനയ്ക്കും വിടണം. അടുത്ത്, സംസ്ഥാന പട്ടികയിലെ വിഷയങ്ങൾ രാജ്യത്തിന്റെ പൊതു താല്പര്യം പരിഗണിച്ച് യൂണിയൻ ലിസ്റ്റിലോ കൺകറന്റ് ലിസ്റ്റിലോ മാറ്റണമെങ്കിൽ അതിന് രാജ്യസഭയുടെ അംഗീകാരം വേണം. അതായത് നമുക്കറിയാം, നമുക്ക് 3 ലിസ്റ്റുകളുണ്ട്: സ്റ്റേറ്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. അപ്പം സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള ഒരു വിഷയത്തെ നമ്മുടെ രാജ്യത്തിന്റെ പൊതു താല്പര്യം പരിഗണിച്ചുകൊണ്ട് യൂണിയൻ ലിസ്റ്റിലേക്കോ കൺകറന്റ് ലിസ്റ്റിലേക്കോ മാറ്റണമെങ്കിൽ അതിന് രാജ്യസഭയുടെ അംഗീകാരം ആവശ്യമാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പിള്ളേരെ ശരിയാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി അടുത്ത, സംസ്ഥാന പട്ടികയിലെ വിഷയങ്ങൾ, ഈ പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. രാജ്യസഭയുടെ അംഗീകാരം ആവശ്യമില്ലെന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അത് തെറ്റാണ്. ഓക്കെ, അപ്പൊ 1ഉം 2ഉം ശരിയാണെന്ന് വരുന്നത് നമുക്ക് നോക്കിയാൽ മതി. കാരണം ഈ നമുക്ക് ഇവിടെ 1ഉം 2ഉം ശരിയെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ഈ 2 ഓപ്ഷൻ കളയാം, അല്ലെ? എ ഓപ്ഷനും കളയാം, നമുക്ക് ഡി ഓപ്ഷനും കളയാം. 1ഉം 2ഉം ശരിയെന്ന് മനസ്സിലായപ്പോൾ പിന്നെ നമുക്ക് ഡൗട്ട് ആണ് 1 മുതൽ 4 വരെ ശരി, പിന്നെ 1ഉം 2ഉം ശരി. അപ്പം രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നേരെ ഓപ്പോസിറ്റ് ആണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. അപ്പൊ മൂന്നാമത്തെ തെറ്റല്ലേടാ. അപ്പൊ ആൻസർ ഏത് വരോടെ? ആൻസർ ഓപ്ഷൻ ബി ആണ്. ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഇനി 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. സംസ്ഥാനത്തെ സംബന്ധിച്ച വിഷയങ്ങൾ മാറ്റുന്നതിന് രാഷ്ട്രപതിക്ക് രാജ്യസഭയിൽ പ്രത്യേക അധികാരമുണ്ട് എന്നുള്ളതും തെറ്റാണ്. ഓക്കെ, അപ്പം ഈ ഒരു 2 പോയിന്റുകൾ ഓർത്തിരിക്കുക. സംസ്ഥാനത്തെ ബാധിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും രാജ്യസഭയുടെ അംഗീകാരത്തിനും പരിഗണനയ്ക്കും വിടണം. സംസ്ഥാന പട്ടികയിലെ വിഷയങ്ങൾ രാജ്യത്തിന്റെ പൊതു താല്പര്യം പരിഗണിച്ച് യൂണിയൻ ലിസ്റ്റിലോ കൺകറന്റ് ലിസ്റ്റിലോ മാറ്റണമെങ്കിൽ അതിന് രാജ്യസഭയുടെ അംഗീകാരം വേണം. ഓക്കെ അല്ലേ? ഓക്കെയാണ്. ശരി, അടുത്ത ചോദ്യം. ഓൾ ഇന്ത്യ സർവീസിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് താഴെ പറയുന്നതിൽ ഏതാണ്? ഓൾ ഇന്ത്യ സർവീസ്. എല്ലാവരും ചെയ്തേ. ഓൾ ഇന്ത്യ സർവീസ് ഏതാ ആർട്ടിക്കിൾ? ഓൾ ഇന്ത്യ സർവീസ് ആർട്ടിക്കിൾ 312 ആണ്. ആർട്ടിക്കിൾ 312 ആണ് ഓൾ ഇന്ത്യ സർവീസിൽ. ആർട്ടിക്കിൾ 312 ആണ് ഓൾ ഇന്ത്യ സർവീസ്. ഓക്കെ, അടുത്ത്, യൂണിയൻ ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും അധികാര വിഭജന ലിസ്റ്റുകൾ ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ ലിസ്റ്റിലാണ്, അല്ലെങ്കിൽ എത്രാമത്തെ പട്ടികയിലാണ്? ലിസ്റ്റുകളെ കുറിച്ച് പറയുന്നത് 7ാമത്തെ പട്ടികയാണ്. 7ാമത്തെ പട്ടികയാണ് ലിസ്റ്റിനെ കുറിച്ച് പറയുന്നത്. 7ാമത്തെ പട്ടികയാണ് ലിസ്റ്റിനെ കുറിച്ച് പറയുന്നത് കേട്ടോ. ഓക്കെ, കൊള്ളാം. അടുത്ത, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനെ സംബന്ധിക്കുന്ന ഏറ്റവും ശരിയായ വസ്തുതകൾ താഴെ പറയുന്നതിൽ ഏതാണ്? യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനെ സംബന്ധിക്കുന്ന ഏറ്റവും ശരിയായ വസ്തുതകൾ കണ്ടെത്തിയടാ. UPSC കുറിച്ചുള്ള സ്റ്റേറ്റ്മെന്റുകളാണ് ചോദ്യം. കണ്ടെത്ത്. എല്ലാവരും അറ്റൻഡ് ചെയ്തേ. UPSC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡിയാണ്. ഓക്കെ, ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. അത് മനസ്സിൽ വെച്ചോ. യൂണിയൻ പബ്ലിക് സർവീസിന്റെ അംഗസംഖ്യ പ്രധാനമന്ത്രിക്ക് തീരുമാനിക്കാമെന്ന് ഭരണഘടന അനുശാസിക്കുന്നു. പ്രധാനമന്ത്രിക്ക് പറ്റോടെ ഭരണഘടനാ സ്ഥാപനമായിട്ടുള്ള UPSCയിലെ അംഗസംഖ്യ പ്രധാനമന്ത്രി അംഗസംഖ്യ തീരുമാനിക്കുന്നതിന് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? പ്രധാനമന്ത്രി അംഗസംഖ്യ തീരുമാനിക്കുന്നതിന് നിങ്ങൾ എവിടെയും കേട്ടിട്ടുണ്ടോ? ഇല്ല. ഓക്കെ, അപ്പൊ ഒന്നാമത്തത് തന്നെ തെറ്റാണ്. ഒന്നാമത്തെ തെറ്റെന്ന് പറയുമ്പോൾ തന്നെ അത് ഉത്തരവായി. A വെട്ടാം, B വെട്ടാം, D വെട്ടാം. കാരണം എല്ലാത്തിലും ഒന്നിടക്കുകയാണ്. Aയിൽ ഒന്നിടക്കുകയാണ്, Bയിൽ ഒന്നിടക്കുകയാണ്, Dയിൽ ഒന്നിടക്കുകയാണ്. നിങ്ങൾ ബാക്കിയുള്ള സാധനം വായിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. ഒന്നാമത്തത് തെറ്റാണ് എന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് ഉത്തരവ് എടുക്കാൻ പറ്റും. ഇനി നമുക്ക് നോക്കാം. രണ്ടാമത്തത് 62 വയസ്സ് വിരമിക്കൽ പ്രായം. എത്രയാണ് വിരമിക്കൽ പ്രായം? UPSC അംഗങ്ങളുടെ വിരമിക്കൽ പ്രായം 65 വയസ്സാണ് അല്ലെ? UPSC അംഗങ്ങളുടെ വിരമിക്കൽ പ്രായം 65 വയസ്സാണ്. എന്നാൽ സംസ്ഥാന PSC, സ്റ്റേറ്റ് PSC ആണെങ്കിലോ? സ്റ്റേറ്റ് PSC ആണെങ്കിൽ 62 ആണ്. വേണ്ട, UPSC 65 വയസ്സും സ്റ്റേറ്റ് PSC 62 വയസ്സുമാണ്. ഓക്കെ, യൂണിയൻ പബ്ലിക് സർവീസ് അംഗങ്ങളെയും ചെയർമാനെയും രാഷ്ട്രപതി നിയമിക്കുന്നു. യൂണിയൻ പബ്ലിക് സർവീസ് അംഗങ്ങളെയും ചെയർമാനെ രാഷ്ട്രപതി നിയമിക്കുന്നു. എല്ലാം രാഷ്ട്രപതിയാണ്. നിയമനം രാഷ്ട്രപതി, നീക്കം ചെയ്യല് രാഷ്ട്രപതി. UPSC കാര്യമാണ് പറയുന്നത്. നിയമനം രാഷ്ട്രപതി, നീക്കം ചെയ്യല് രാഷ്ട്രപതി. കേട്ടാ, അതുപോലെ തന്നെ രാജിക്കത്ത് സ്വീകരിക്കുന്നത് രാഷ്ട്രപതി, റിപ്പോർട്ട് പരിശോധിക്കുന്ന അല്ലെങ്കിൽ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതും രാഷ്ട്രപതിക്കാണ്. മനസ്സിലായ? UPSCയില് നിയമനം രാഷ്ട്രപതി, നീക്കം ചെയ്യൽ രാഷ്ട്രപതി, റിപ്പോർട്ട് പരിശോധിക്കുന്നത് രാഷ്ട്രപതി, രാജിക്കത്ത് സ്വീകരിക്കുന്നത് രാഷ്ട്രപതി. സ്റ്റേറ്റ് PSCയില് നിയമനം ഗവർണർ,
രാജിക്കത്ത് ഗവർണർ, റിപ്പോർട്ട് ഗവർണർ, നീക്കം ചെയ്യുന്നത് മാത്രം ആരാ? നീക്കം ചെയ്യുന്നത് സ്റ്റേറ്റ് PSCകളിൽ നീക്കം ചെയ്യുന്നത് മാത്രം പ്രസിഡന്റ്, ബാക്കി എല്ലാം ആരാ? ബാക്കി എല്ലാം ഗവർണറാണ്. UPSCയിൽ എല്ലാം വരുന്നത് ആർക്ക് തന്നെയാണ്? രാഷ്ട്രപതിക്ക്. അംഗസംഖ്യ തീരുമാനിക്കുന്നത് ഉൾപ്പെടെ ആരാണ്? രാഷ്ട്രപതിയാണ് കേട്ടോ. അതായത് UPSC അംഗസംഖ്യ തീരുമാനിക്കുന്നത് രാഷ്ട്രപതിയാണ്. സ്റ്റേറ്റ് PSCയിൽ അംഗസംഖ്യ തീരുമാനിക്കുന്നത് ആരാ കുട്ടികളെ? സംസ്ഥാന PSCയിലെ അംഗസംഖ്യ തീരുമാനിക്കുന്നത് ആരാണ്? അത് ഗവർണറാണ്. സംസ്ഥാന PSCയിൽ അംഗസംഖ്യ തീരുമാനിക്കുന്നത് ഗവർണറാണ്. അപ്പൊ സംസ്ഥാന PSCയുമായി ബന്ധപ്പെട്ട് നീക്കം ചെയ്യുന്നൊരു അധികാരം മാത്രം ആർക്ക് വരും? സംസ്ഥാന PSCയുമായി ബന്ധപ്പെട്ട് നീക്കം ചെയ്യുന്ന അധികാരം മാത്രം ആർക്ക് വരുന്നു? പ്രസിഡന്റിന് വരുന്നു. ബാക്കി എല്ലാം വരുന്നത് ഗവർണർക്ക്. UPSC ആവുമ്പോൾ എല്ലാ കാര്യങ്ങളും എല്ലാ അധികാരങ്ങളും വരുന്നത് ആർക്കാണ്? രാഷ്ട്രപതിക്കാണ്. ഓക്കെ അല്ലേ പിള്ളേരെ? ശരി, അപ്പൊ നമുക്ക് നോക്കാം. ഇത് തെറ്റ്. യൂണിയൻ പബ്ലിക് സർവീസ് അംഗങ്ങളെ പുറത്താക്കാനുള്ള അധികാരം പ്രധാനം, നമ്മൾ പറഞ്ഞു, അതും തെറ്റ്. അപ്പൊ 3 മാത്രമാണ് ആൻസർ ആയിട്ടുള്ളത്. ഓക്കെ, ക്ലിയർ ആണ്. അടുത്ത ചോദ്യം. 7 മണിക്ക് നിർത്താവേ. നിങ്ങൾ പോണോ? ഒരു ലെഫ്റ്റ് പറഞ്ഞിട്ട് ലെഫ്റ്റ് ആയിക്കോ. ഓക്കെ. ഇന്ത്യയുടെ ഫിനാൻസ് കമ്മീഷനെ കുറിച്ചുള്ള ഏറ്റവും ശരിയായ വസ്തുതകൾ താഴെ പറയുന്നതിൽ ഏതൊക്കെയാണ്? ആയിരത്തി 1951 രൂപം കൊണ്ട ആദ്യ ഫിനാൻസ് കമ്മീഷൻ ചെയർമാൻ KC നിയോഗിയാണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് അല്ലെ. 1951 രൂപം കൊണ്ട ആദ്യ ഫിനാൻസ് കമ്മീഷൻ ചെയർമാൻ KC നിയോഗിയാണ്. അത് ശരിയാണ് അല്ലെ? ശരിയാണ്. ഞാൻ ഒന്ന് ചോദിക്കട്ടെ, ഈ ഫിനാൻസ് കമ്മീഷൻ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡിയാണോ? ഫിനാൻസ് കമ്മീഷൻ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡിയാണോ? ഫിനാൻസ് കമ്മീഷൻ കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡിയാണ്. ആർട്ടിക്കിൾ എത്രയാ? ആർട്ടിക്കിൾ 280 പ്രകാരമുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡി തന്നെയാണ് ഫിനാൻസ് കമ്മീഷൻ എന്ന് പറയുന്നത്. അത് കറക്റ്റാണ്. ഫിനാൻസ് കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ ഉപദേശക സ്വഭാവമുള്ളതാണ്. ശരിയാണോ? ഫിനാൻസ് കമ്മീഷന്റെ അതെ, അവര് ഉപദേശ രൂപേണയുള്ള കാര്യങ്ങളാണ് നൽകുന്നത്. ഓക്കെ, രാഷ്ട്രപതിക്ക് ഉൾപ്പെടെ നൽകുന്നത്. നമ്മൾ പഠിക്കും, ഫിനാൻസ് കമ്മീഷൻ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അത് കൃത്യമായി മനസ്സിലാവും. രണ്ടാമത്തെ ശരിയാണ്. അർദ്ധ ജുഡീഷ്യൽ സ്വഭാവമുള്ളതാണ് ഈ സമിതി. കോസി ജുഡീഷ്യൽ എന്നാണ് പറയുന്നത്. അതെ, അർദ്ധ ജുഡീഷ്യൽ സ്വഭാവമുണ്ട്. 1, 2, 3 എന്നിവയാണ് ആൻസർ. ഓപ്ഷൻ ബി ആണ്. 1, 2, 3 എന്നിവയാണ് ആൻസർ കേട്ടോ. 1, 2, 3 എന്നിവയാണ് ആൻസർ കേട്ടോ. അപ്പൊ മറക്കണ്ട, 51 ആർട്ടിക്കിൾ 280 പ്രകാരമുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡിയാണ് ഫിനാൻസ് കമ്മീഷൻ. 1951 രൂപം കൊണ്ട് ആദ്യ ഫിനാൻസ് കമ്മീഷൻ ചെയർമാൻ KC നിയോഗിയായിരുന്നു. ഓക്കെ, ഫിനാൻസ് കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ ഉപദേശ സ്വഭാവമുള്ളതാണ്. ഇതൊരു കോസി ജുഡീഷ്യൽ സമിതിയാണ് അല്ലെ, ഒരു കോസി ജുഡീഷ്യൽ ബോഡിയാണ്. ഓക്കെ, ഇനി 15ാം ധനകാര്യ കമ്മീഷൻ എന്ന് പറഞ്ഞ 15ാം ധനകാര്യ കമ്മീഷൻ NK സിംഗ് ആണ്. 16ാം ധനകാര്യ കമ്മീഷൻ ആരാണ്? അരവിന്ദ് പനഗരിയ അല്ലെ. അരവിന്ദ് പനഗരിയ. ഇത് ഓർത്തോണം, നിങ്ങൾക്ക് ചോദിക്കും. ഈ വർഷം നിങ്ങൾക്ക് ചോദ്യമുണ്ട്. 16ാം ധനകാര്യ കമ്മീഷൻ ചോദ്യമുണ്ട് കേട്ടോ. ഓക്കെ, ശരി. അടുത്ത്, ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷനെ സംബന്ധിക്കുന്ന പ്രസ്താവനകൾ ശരിയായത് ഏതൊക്കെ? ശരിടാ. വളരെ ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ. ഇത് തെറ്റാണ്. പിന്നാക്ക എന്നാണ് വരേണ്ടത് കേട്ടോ. ഓക്കെ, 1993 രൂപീകൃതമായി. കറക്റ്റ് ആണ്. ഡേറ്റ് അറിയോ? 93. സ്വാതന്ത്ര്യത്തിന് ഒരു ദിവസം പിന്നിലെന്ന് ഓർത്ത് വെച്ചിരുന്നാൽ കേട്ടോ. പിന്നാക്ക വിഭാഗ കമ്മീഷൻ രൂപം കൊണ്ടത് സ്വാതന്ത്ര്യത്തിന് ഒരു ദിവസം പിന്നിലെന്ന് ഓർത്തത്. അപ്പൊ എന്നാ 93 ഡേറ്റ് പറഞ്ഞേ. സ്വാതന്ത്ര്യത്തിന് ഒരു ദിവസം പിന്നിലെന്ന് പറയുമ്പോൾ ഓഗസ്റ്റ് 14 കേട്ടോ. ഓഗസ്റ്റ് 14. 93 ഓഗസ്റ്റ് 14 സ്വാതന്ത്ര്യത്തിന് ഒരു ദിവസം പിന്നിലെന്ന് ഓർത്ത് വെച്ചിരുന്നാൽ 93 ഓഗസ്റ്റ് 14 കേട്ടോ. അത് ശരിയാണ്. ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ്. 102ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഭരണഘടനാപരമായ അംഗീകാരം നേടി. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫിനാൻസ് കമ്മീഷൻ ഈ പറയുന്ന പിന്നാക്ക വിഭാഗ കമ്മീഷൻ അല്ലെ. പിന്നാക്ക വിഭാഗ കമ്മീഷന് ഭരണഘടന സാധുത ലഭിക്കുന്നത് 102ാം ഭേദഗതി പ്രകാരമാണ് അല്ലെ. ഏത് വർഷമാണ് 102ാം ഭേദഗതി? 2018 അല്ലെ. 2018 102ാം ഭേദഗതി പ്രകാരമാണ്. 102ാം ഭേദഗതി പ്രകാരമാണ് ഈ NCBC അല്ലെങ്കിൽ പിന്നാക്ക വിഭാഗ കമ്മീഷൻ ഭരണഘടന സാധുത ലഭിച്ചത്. അപ്പൊ 1ഉം 2ഉം ശരിയാണ്. കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് നൽകേണ്ടത് പ്രധാനമന്ത്രിക്കാണ്. പിള്ളേരെ,
ആർട്ടിക്കിൾ 338 ബി പ്രകാരമുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡിയാണിത്. മനസ്സിലായ? ആർട്ടിക്കിൾ 338 ബി പ്രകാരമുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡിയാണിത്. അതുകൊണ്ട് തന്നെ റിപ്പോർട്ട് നൽകേണ്ടത്, വാർഷിക റിപ്പോർട്ട് നൽകേണ്ടത് ആർക്കാണ്ട? കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡികൾ വാർഷിക റിപ്പോർട്ട് നൽകുന്നത് ആർക്കെന്ന് കേട്ട് കഴിഞ്ഞാൽ അത് രാഷ്ട്രപതിക്കാണ്, പ്രസിഡന്റിനാണ്. അതായത് മൂന്നാമത്തത് തെറ്റ്, നാലാമത്തെ ശരിയാണ്. അപ്പൊ 1, 2, 4 1, 2, 4 ഏതാ വരുന്നേ? ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 1, 2, 4 1, 2, 4. ഓക്കെ, കൊള്ളാം. ഡൗട്ട് ഇല്ലല്ലോ അതില്? ഡൗട്ട് ഉണ്ടോ ആ ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും? ഇല്ല, സെറ്റാണ്. ഓക്കെ, ഡൗട്ട് ഉണ്ടെങ്കിൽ മൈക്രോണായി ചോദിച്ചാൽ മതി. അടുത്ത ചോദ്യം ശ്രദ്ധിച്ച് ചെയ്യണേ. ഇന്ത്യൻ ഭരണഘടനയുടെ 309 അനുച്ഛേദ പ്രകാരം കേരള സിവിൽ സർവീസ് നിയമന വേതന ചട്ടങ്ങൾ നിർമ്മിക്കാനുള്ള അധികാരം ആർക്കാണ്? ഭരണഘടന അനുച്ഛേദം 309 പ്രകാരം കേരള സിവിൽ സർവീസ് നിയമന വേതന ചട്ടങ്ങൾ നിർമ്മിക്കാനുള്ള അധികാരം ആർക്ക് എന്നതാണ് ചോദ്യം. വളരെ നമ്മൾ ആർട്ടിക്കിൾ 309 ചർച്ച ചെയ്തിട്ടുണ്ട്. ആർട്ടിക്കിൾ 309 പ്രകാരം ഉദ്യോഗസ്ഥ നിയമനവുമായി ബന്ധപ്പെട്ടിട്ട് നിയമങ്ങൾ നിർമ്മിക്കാനുള്ള അധികാരം കേന്ദ്ര ഗവൺമെന്റിനും സംസ്ഥാന ഗവൺമെന്റുകൾക്കും ഉണ്ട്. മനസ്സിലായി? അതായത് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റിന് അധികാരമുണ്ട്, സെൻട്രൽ ഗവൺമെന്റിന് അധികാരമുണ്ട്. കേരള സിവിൽ സർവീസ് നിയമനവുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ നോക്കിയാൽ മതി, നമ്മുടെ കേരളത്തിലെ ഏതെങ്കിലും നിയമനവുമായി ബന്ധപ്പെട്ടിട്ട് കേന്ദ്ര സർക്കാർ എന്തെങ്കിലും പറഞ്ഞിട്ടുള്ളതായിട്ടോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ എന്തെങ്കിലും നിർദ്ദേശം വന്നതായിട്ടോ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. നമ്മുടെ സിവിൽ സർവീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമങ്ങൾ രൂപീകരിക്കാൻ, നമ്മുടെ സിവിൽ സർവീസുമായി, അതായത് നമ്മുടെ കേരളത്തിലെ സിവിൽ സർവീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമങ്ങൾ രൂപീകരിക്കാൻ നമ്മുടെ സംസ്ഥാനത്തിന് അധികാരമുണ്ട് എന്ന് 309 പറയുന്നുണ്ട്. അതായത് കേരള സിവിൽ സർവീസ് നിയമന വേതന ചട്ടങ്ങൾ നിർമ്മിക്കുന്ന അധികാരം കേരള ഗവൺമെന്റിന്. കേരള ഗവൺമെന്റ്, ഓപ്ഷൻ ഡി ആണ് ആൻസർ. മനസ്സിലായ? 309 മനസ്സിലാക്കുക. കേന്ദ്ര ഗവൺമെന്റിനും സംസ്ഥാന ഗവൺമെന്റിനും ഉദ്യോഗസ്ഥ നിയമനവുമായി ബന്ധപ്പെട്ട് നിയമങ്ങൾ നിർമ്മിക്കാനുള്ള അധികാരമുണ്ട്. രണ്ടുപേർക്കും അധികാരമുണ്ട്. സെൻട്രലിന് മാത്രമല്ല, സ്റ്റേറ്റിനും അധികാരമുണ്ട്. കേരളവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിയമങ്ങൾ നിർമ്മിക്കേണ്ടത്, അല്ലെങ്കിൽ ഈ പറഞ്ഞ സിവിൽ സർവീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിയമങ്ങൾ നിർമ്മിക്കേണ്ടത് കേരള ഗവൺമെന്റ് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ അതാണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം ചെയ്തോ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന് ആധാരമായി മാറിയ ലക്ഷ്യപ്രമേയത്തിനെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന താഴെ പറയുന്നതിൽ ഏതാണ്? ലക്ഷ്യപ്രമേയം. ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ പിന്നീട് നമ്മുടെ എന്തായി മാറി? ഇത് നമ്മുടെ ആമുഖമായി മാറി അല്ലേ? ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ നമ്മുടെ ആമുഖമായി മാറി. ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് നെഹ്റുവും അംബേദ്കറും കൂടിയാണെന്ന് കൊടുത്തിട്ടുണ്ട്. തെറ്റാണ്. ഒന്നാമത്തെ തെറ്റാണ് പിള്ളേർ, ഒന്നാമത്തെ തെറ്റാണ്. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ തെറ്റെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് കളയേണ്ട ഓപ്ഷൻ നോക്കാം. സി കളയാം, ബിയും കളയാം. അടുത്ത് അംബേദ്കർ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അവതരിപ്പിച്ചു. ലക്ഷ്യപ്രമേയം അംബേദ്കർ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അവതരിപ്പിച്ചു. അത് അവിടെ നിന്നോട്ട്, നിങ്ങൾക്ക് ഡൗട്ട് ആണെങ്കിൽ തന്നെ അവിടെ നിന്നോട്ട്, കുഴപ്പമില്ല. ഇനി അടുത്ത് നെഹ്റുവാണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്. അത് ശരിയല്ലേടാ? നെഹ്റുവാണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്, അത് ശരിയാണ് അല്ലെ? മൂന്നാമത്തത് ശരിയാണ്. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് രണ്ടാമത്തെ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ കൂടി 3ഉം 2ഉം കൂടെ വരുന്നൊരു ഓപ്ഷൻ ഉണ്ടോ നോക്കിയത്? നിങ്ങൾക്ക് 3ഉം 2ഉം കൂടെ ഉള്ള ഒരു ഓപ്ഷൻ ഉണ്ടോ? നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. 46 ഡിസംബർ മാസം 13 ജവഹർലാൽ നെഹ്റുവാണ് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അവതരിപ്പിക്കുന്നത് അല്ലേ? ലക്ഷ്യപ്രമേയം അവതരിപ്പിക്കുന്നത്. അതായത് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്ന് നിങ്ങൾക്ക് അറിയാം. രണ്ടാമത്തെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ട്. രണ്ട് പലർക്കും, എനിക്കറിയാം പലർക്കും കൺഫ്യൂഷൻ ഉണ്ട് രണ്ടാമത്തത്. ഈ രണ്ടാമത്തതും മൂന്നാമത്തതും ചേർന്ന് വരുന്നൊരു ഓപ്ഷൻ ഇല്ല. നമുക്കത് ആ 3 വരുന്ന ഒരൊറ്റ ഓപ്ഷനേ ഇവിടെ വരുന്നുള്ളൂ. പിള്ളേർ അത് ഏതാണ്? അത് ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. ഓക്കെ, ലക്ഷ്യപ്രമേയം നാലാമത്തെ സ്റ്റേറ്റ്മെന്റും ശരിയാണ്, രണ്ടാമത്തത് തെറ്റാണ്. നാലാമത്തത് ശരിയാണ്. ലക്ഷ്യപ്രമേയം 1947 ഭരണഘടന നിർമ്മാണ സമിതിയിൽ പാസ്സാക്കപ്പെട്ടു. ഓക്കെ, അത് ശരിയല്ലേ? 47 ഡേറ്റ് അറിയോ നിങ്ങൾക്ക്? 46 ഡിസംബർ 13 കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയം 47 പാസ്സാക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഏത് ഡേറ്റിൽ പാസ്സാക്കപ്പെട്ടു പിള്ളേരെ?
47 ജനുവരി 22 1947 ജനുവരി മാസം 22 പാസ്സാക്കപ്പെട്ടു. 47 ജനുവരി മാസം 22 പാസ്സാക്കപ്പെട്ടു. ഓക്കെ, കറക്റ്റ് ആണ്. അടുത്ത് 21ാമത്തെ ചോദ്യം ചെയ്തേ. തീരാറ ഇപ്പൊ കഴിയും കേട്ടോ. ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് 8 പ്രധാന കമ്മിറ്റികൾ രൂപീകരിക്കപ്പെട്ടു. താഴെ പറയുന്നതിൽ അത്തരം കമ്മിറ്റികളുടെ അധ്യക്ഷന്മാർ ശരിയായത് ഏതൊക്കെയെന്നാണ് ചോദ്യം. നോക്കാടാ. യൂണിയൻ പവേഴ്സ് കമ്മിറ്റി നെഹ്റു ശരിയാണോടാ? യൂണിയൻ പവേഴ്സ് കമ്മിറ്റി നെഹ്റു ശരിയാണോ? ആ യൂണിയൻ പവേഴ്സ് കമ്മിറ്റി നെഹ്റു ശരിയാണ്. ഓക്കെ, അപ്പൊ 1 ശരിയാണ്. അപ്പൊ 1 ഓപ്ഷൻ വെച്ച് ബാക്കി കളയാം. എ കളയാം, അതുപോലെ ബിയും കളയാം. ഓക്കെ, അടുത്ത യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി നെഹ്റു, അതും ശരിയാണ്. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്. യൂണിയനുമായി നമ്മളെ യൂണിയന്റെ ആദ്യത്തെ പ്രധാനമന്ത്രി, ഇന്ത്യൻ യൂണിയന്റെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആയതുകൊണ്ട് തന്നെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ യൂണിയനുമായി ബന്ധപ്പെട്ട് വരുന്ന 2 കമ്മിറ്റികൾ, യൂണിയൻ പവേഴ്സ് കമ്മിറ്റി ആയാലും യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി ആയാലും ചെയർമാൻ ആര് തന്നെയാണ്? നെഹ്റു തന്നെയാണ്. അടുത്ത പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി അംബേദ്കർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ശരിയോ തെറ്റോ? പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി അംബേദ്കർ, അത് തെറ്റാണ്. പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി അത് ആരാണ് പിള്ളേരെ? പട്ടേലാണ് കേട്ടോ. അത് പട്ടേലാണ് കേട്ടോ. പട്ടേൽ, സർദാർ വല്ലഭായ് പട്ടേലാണ് പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ. സർദാർ വല്ലഭായ് പട്ടേലായിരുന്നു. ഓക്കെ, അപ്പൊ 3ാമത്തെ തെറ്റാണ്. അപ്പൊ നമുക്ക് ഇനി 2 ഓപ്ഷൻ നോക്കാവുള്ളൂ. 1 മുതൽ 4 വരെ ശരി, അത് തെറ്റാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അതായത് റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റിയുടെ ചെയർമാൻ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റിയുടെ ചെയർമാൻ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. ഓക്കെ, അടുത്ത ചോദ്യം 22ാമത്തെ ചോദ്യം ചെയ്തേ. പിള്ളേർ നോക്കിയോ. ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് 2 ശരിയായ പ്രസ്താവന നമുക്ക് വേണ്ടത്. ആർട്ടിക്കിൾ 5 മുതൽ 11 വരെയുള്ള ഭാഗങ്ങളിൽ പൗരത്വത്തെ കുറിച്ച് പരാമർശിക്കുന്നു. 1 ശരിയാണ്. അതായത് നമുക്ക് ഓപ്ഷൻ ബി നമുക്ക് അങ്ങ് വെട്ടിക്കളയാം. അതിന്റെ ആവശ്യം നമുക്കില്ല. 1955 പൗരത്വ നിയമം അനുസരിച്ച് 4 രീതിയിൽ പൗരത്വം നഷ്ടപ്പെടാം. നമുക്കറിയാം പൗരത്വം ലഭിക്കുന്നത് 5 രീതിയിലും പൗരത്വം നഷ്ടപ്പെടുന്നത് 3 രീതിയിലുമാണ്. 5 രീതിയിൽ പൗരത്വം ലഭിക്കുകയും 3 രീതിയിൽ പൗരത്വം നഷ്ടപ്പെടുകയും ചെയ്യുന്നു. 5 രീതിയിൽ പൗരത്വം ലഭിക്കുകയും 3 രീതിയിൽ പൗരത്വം നഷ്ടപ്പെടുകയും ചെയ്യുന്നു. രണ്ടാമത്തത് എന്താണ് കുട്ടികളെ? അപ്പൊ തെറ്റായിട്ടുള്ളതാണ്. അപ്പൊ നമുക്ക് 1 മുതൽ 4 വരെയുള്ള ഓപ്ഷൻ നമുക്ക് വെട്ടിക്കളയാം. ഓക്കെ, ക്ലിയർ ആണ്. അടുത്ത 1955 പൗരത്വ നിയമം അനുസരിച്ച് 3 രീതിയിൽ പൗരത്വം നഷ്ടപ്പെടാം. ശരിയല്ലേ? നമ്മളിപ്പോ പറഞ്ഞല്ലേ ഉള്ളൂ. 5 രീതിയിൽ പൗരത്വം ലഭിക്കുന്നു, 3 രീതിയിൽ നഷ്ടപ്പെടുന്നു. അപ്പൊ 3ാമത്തത് ശരിയാണ്. അപ്പൊ 1, 3 വെച്ചിട്ടുള്ള ഓപ്ഷൻ നോക്കാം. നമുക്ക് 1, 3 ഉള്ള ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ഇതിൽ 1, 3 എന്നുള്ള പോയിന്റ് ഇല്ല. അപ്പൊ നമുക്ക് വരുന്നത് ഓപ്ഷൻ സി ആണ്. 1, 3 ശരി. 1, 3 ശരി. ഓക്കെ, ക്ലിയർ ആണല്ലോ പിള്ളേരെ? ഇനി അപ്പം ഈ പറഞ്ഞതാണ്. ഇനി ഈ ഒരു പോയിന്റ് 1955 നിയമം അനുസരിച്ച് രജിസ്ട്രേഷൻ വഴി 3 രീതിയിൽ മാത്രം പൗരത്വം നേടാം. അത് നിങ്ങൾക്ക് കറക്റ്റ് എങ്ങനെയാണെന്ന് അറിയോടാ? രജിസ്ട്രേഷൻ വഴി എന്ന് പറഞ്ഞാൽ രജിസ്ട്രേഷൻ വഴിയാണെങ്കിൽ 7 രീതിയിലുണ്ട്. 7 രീതി. അത് നിങ്ങൾക്ക് പൗരത്വം പഠിക്കുമ്പോൾ മനസ്സിലാവും. രജിസ്ട്രേഷൻ വഴിയാണെങ്കിൽ 7 രീതിയിൽ നമുക്ക് പൗരത്വം നേടാൻ പറ്റും. ക്ലിയർ ആണല്ലോ? രജിസ്ട്രേഷൻ വഴിയാണെങ്കിൽ മനസ്സിലായി. രജിസ്ട്രേഷനിൽ 7 രീതി, അതായത് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള 7 രീതികളുണ്ട്. ഓക്കെ, പൗരത്വം നേടുന്ന 5 രീതികളുണ്ട്. 5 രീതികളിൽ ഒന്നാണ് രജിസ്ട്രേഷൻ. ആ രജിസ്ട്രേഷൻ ആധാരമായി വരുന്ന 7 രീതികളുണ്ട് കേട്ടോ. ഓക്കെ, ചെറിയ കൺഫ്യൂഷൻ വന്നെന്ന് എനിക്കറിയാം. ഞാനത് പറഞ്ഞു തരാം നിങ്ങൾക്ക്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കിക്കോ. 5 രീതിയിൽ പൗരത്വം ലഭിക്കുകയും 3 രീതിയിൽ പൗരത്വം നഷ്ടപ്പെടുകയും ചെയ്യുന്നു. ഓക്കെ അല്ലേ? ഓക്കെ ആണ്. ശരി. അടുത്ത ഈ 2 ചോദ്യങ്ങൾ ചെയ്തേ. മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന വിവിധ പ്രസ്താവനകൾ ഏറ്റവും ശരിയായത് ഏത് എന്നാണ് ചോദ്യം. ഏതെങ്കിലും ഒരു മതത്തിന്റെയോ മതവിഭാഗത്തിന്റെയോ സംരക്ഷണത്തിനോ പ്രചാരണത്തിനോ ചെലവാക്കുന്ന തുകയ്ക്ക് നികുതികൾ പാടില്ല എന്ന് 27ാം വകുപ്പ് പറയുന്നു. ശരിയായിട്ടുള്ള പ്രസ്താവനയാണോ? അതെ, അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്.
32-ാം വകുപ്പിനെ നെഹ്റു ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചു. 32-ാം വകുപ്പിനെ ഒരാള് ഹൃദയവും ആത്മാവെന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. അത് നെഹ്റു ആണ്, അത് അംബേദ്കർ ആണ്. അംബേദ്കർ. അപ്പൊ രണ്ടാമത് തെറ്റാണ്, അംബേദ്കറാണ് വിശേഷിപ്പിച്ചത്. കേശവാനന്ദ ഭാരതി കേസ് മൗലിക അവകാശവുമായി ഒരു ബന്ധവുമില്ല എന്ന് പറയുന്നു. ഓക്കെ, അതവിടെ നിന്നോട്ടെ. അടുത്ത് ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 23 മനുഷ്യക്കടത്തിനെയും നിർബന്ധിതമായ ജോലിയെയും എതിർക്കുന്നുണ്ട്. അത് ശരിയല്ലേടാ? ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 23 മനുഷ്യക്കടത്തിനെയും നിർബന്ധിത ജോലിയെയും എതിർക്കുന്നുണ്ട് അല്ലെ? ആർട്ടിക്കിൾ 23 എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് പറയുന്നത്. ഓക്കെ, 23 അത് പറയുന്നുണ്ട്, 24 ബാലവേല നിരോധനം പറയുന്നുണ്ട്. അതായത് ഇവിടെ ചൂഷണത്തിനെതിരെയാണ് നമ്മൾ 23-ഉം 24-ഉം പറയുന്നത്. അതിൽ 23-ൽ ഈ മനുഷ്യക്കടത്തും നിർബന്ധിത ജോലിയൊക്കെ തടയുന്നുണ്ട് 23 പ്രകാരം. പിള്ളേരെ, ഈ ഒരു ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആയി. എന്തെന്ന് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോ നോക്കിക്കഴിഞ്ഞാൽ 1ഉം 4ഉം ശരി എന്നൊരു ഓപ്ഷൻ നമുക്കിവിടെ എടുക്കാം. 1ഉം 4ഉം ശരി എന്നൊരു ഓപ്ഷൻ ഇവിടെ എടുക്കാം. പക്ഷെ ഈ ഒരു പ്രസ്താവന ഉണ്ടല്ലോ, കേശവാനന്ദ ഭാരതി കേസ് മൗലിക അവകാശവുമായി ഒരു ബന്ധവും ഇല്ല എന്നുള്ള രീതി, ആ ഒരു പോയിന്റിൽ കൺഫ്യൂഷൻ വന്നത് കൊണ്ട് തന്നെയാണ്. നമുക്കറിയാം കേശവാനന്ദ ഭാരതി കേസ് എന്തൊക്കെയാണ് നമുക്കറിയാം. ഭരണഘടനയുടെ അടിസ്ഥാന ഘടന അല്ലെ, ഭരണഘടനയുടെ അടിസ്ഥാന ഘടന, അതിനെക്കുറിച്ച് ആമുഖം ഭേദഗതി ചെയ്യാം അടിസ്ഥാന ഘടനയിൽ മാറ്റം വരുത്താതെ എന്ന് പറയുന്നുണ്ട്. ആ കേസിൽ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രസ്താവനകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്തു കുട്ടികളെ? PSC ക്യാൻസൽ ചെയ്തു കേട്ടോ, ക്യാൻസൽ ചെയ്തു. ഇതും ക്യാൻസൽ ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ അല്ലേ? ശരി, അതായത് പ്രൊഫഷണൽ ആൻസർ കീഴിൽ ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വന്നത്. ശരി, ഇനി ഒരു 2 ക്വസ്റ്റ്യൻ കൂടെ ഉള്ളൂ. 42-ാം ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഇതിൽ ഏതാണ്? 42-ാം ഭരണഘടനാ ഭേദഗതി പാർട്ട് 4 ഭരണഘടനയോട് കൂട്ടിച്ചേർത്തു. ശരിയാണോ? ലെഫ്റ്റ് ആയിക്കോ, കഴിയാറാണ്. നിങ്ങൾ ബാക്കി ഭാഗം ഒന്ന് റെക്കോർഡ് കണ്ടാൽ മതി. പാർട്ട് 4 ഭരണഘടനയിൽ 4A കൂട്ടിച്ചേർത്തത് 42-ാം ഭേദഗതിയിലാണോ? അതെ, 4A കൂട്ടിച്ചേർത്തത് 42-ാം ഭേദഗതിയിലാണ്. ശരിയാണ്. ലോകസഭയുടെ കാലാവധി കൂട്ടിയോ 42-ാം ഭേദഗതിയിൽ? ലോകസഭയുടെ കാലാവധി കൂട്ടി. എത്രയാക്കി ലോകസഭയുടെ കാലാവധി? 5 വർഷം എന്നുള്ളത് 6 ആക്കി മാറ്റിയില്ല. 5 വർഷം എന്നുള്ളത് 6 ആക്കി മാറ്റി. 6 വീണ്ടും 5 ആക്കി മാറ്റിയ ഭേദഗതി ഏതാ? 6 വീണ്ടും 5 ആക്കി മാറ്റിയ ഭേദഗതി 44-ാം ഭേദഗതിയാണ്. 44-ാം ഭേദഗതിയാണ്. 6 5 ആക്കി മാറ്റിയ 44-ാം ഭേദഗതിയാണ്. 5 6 ആക്കിയത് 42-ാം ഭേദഗതിയും 6 5 ആക്കുന്നത് 44-ാം ഭേദഗതിയുമാണ്. 7-ാം പട്ടികയിൽ നിന്ന് സംസ്ഥാന വിഷയങ്ങളിൽ ഉൾപ്പെട്ടിരുന്ന 10 വിഷയങ്ങളെ കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റി. ശരിയാണോ? അത് തെറ്റാണ്. 7-ാം പട്ടികയിൽ നിന്നും സംസ്ഥാന വിഷയങ്ങളിൽ ഉൾപ്പെട്ടിരുന്ന എത്ര വിഷയങ്ങൾ? 10 അല്ല, 5 വിഷയങ്ങൾ. 5 വിഷയങ്ങൾ കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റി അല്ലേ? 5 വിഷയങ്ങളെയാണ് കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റിയത്. അടുത്ത മിനി ഭരണഘടന എന്ന് വിളിക്കുന്നില്ല, മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കുന്നില്ല എന്നാണ് പറയുന്നത്. 42-ാം ഭേദഗതി അത് തെറ്റാണ്. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത് തന്നെ 42-ാം ഭേദഗതിയാണ്. അതായത് ഇവിടെ 1ഉം 2ഉം മാത്രമേ ശരിയായിട്ടുള്ള പ്രസ്താവന ഉള്ളൂ. അപ്പൊ ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ. ഓക്കെ, ക്ലിയർ ആണ്. ഇനി ഒരു ക്വസ്റ്റ്യനും കൂടെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തോ. അപ്പൊ ടോട്ടൽ 42 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്തത്. നമ്പറൊന്നും ഇല്ല. അത് നോക്കിക്കോടാ. താഴെ പറയുന്നവയിൽ സംസ്ഥാന ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട യോജിക്കുന്ന പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത്? ഭരണഘടനയുടെയും പഞ്ചായത്ത് രാജ് ആക്ടിന്റെയും അടിസ്ഥാനത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അവകലനം ചെയ്ത് ശുപാർശകൾ സമർപ്പിക്കാൻ നിയുക്തമായതാണ് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ എന്നാണ് പറയുന്നത്. ശരിയാണ്. ഭരണഘടനയുടെയും പഞ്ചായത്തി രാജ് ആക്ടിന്റെയും അടിസ്ഥാനത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അവലോകനം ചെയ്ത് ശുപാർശകൾ സമർപ്പിക്കാൻ നിയുക്തമായതാണ് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ. ശരിയാണ്. സംസ്ഥാന ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നത് ഗവർണറാണ്. ശരിയോ തെറ്റോ? സംസ്ഥാന ധനകാര്യ കമ്മീഷൻ നിയമിക്കുന്നത് ഗവർണറാണ്. എടാ, സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡിയാണോ? നമ്മൾ നേരത്തെ പറഞ്ഞു കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ആർട്ടിക്കിൾ 280 പ്രകാരം ആർട്ടിക്കിൾ 280 പ്രകാരം എന്താണെന്ന് പറഞ്ഞു? കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡിയാണെന്ന് പറഞ്ഞു. എന്നാൽ സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡിയാണ്. 243I 243OE ഈ രണ്ട് ആർട്ടിക്കിൾസിലാണ് സംസ്ഥാന ധനകാര്യ കമ്മീഷനെ കുറിച്ച് പറയുന്നത്. വളരെ പഠിച്ചിരിക്കുക. 243I-യും 243OE-യും 243I-യും 243OE-യും സംസ്ഥാന ധനകാര്യ കമ്മീഷനാണ്. ഓക്കെ, ക്ലിയർ ആണ്. അപ്പം ഇത്
അടുത്ത അതായത് 4ാമത്തെ സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ധനകാര്യ കമ്മീഷൻ നിയമിക്കുന്നത് ഗവർണറാണ്, ശരിയാണ്. ഭരണഘടനയുടെ 42ാം ഭേദഗതി പ്രകാരമാണ് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ നിലയിൽ വന്നത്, അത് ശരിയാണ്. അവിടെ 243 OE നിലവിൽ വരുന്നത് 73ാം ഭേദഗതി പ്രകാരവും 243 OE ഐ നിലവിൽ വരുന്ന 73ാം ഭേദഗതിയും 243 OE വരുന്നത് 74ാം ഭേദഗതിയുമാണ്. 74ാം ഭേദഗതിയുമാണ്. കറക്റ്റ് പറഞ്ഞാൽ 73ാം ഭേദഗതി പ്രകാരമാണ് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ നിലവിൽ വന്നത്. 74ാം ഭേദഗതി പ്രകാരമാണ് സംസ്ഥാന ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള 243 OE എന്ന ആർട്ടിക്കിൾ നിലവിൽ വന്നത്. അതായത് 3ാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. 3ാം സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പൊ ആൻസർ ഓപ്ഷൻ ബി ആണ്, 1ഉം 2ഉം മാത്രം എന്നതാണ് കേട്ടോ. ഓക്കെ, 243K 243 ZA ഇതെന്താ സംഭവം? 243K 243 ZA ഇതെന്താ സംഭവം? പിള്ളേരെ, ഇത് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനാണ്. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനാണ്, സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മള് 42 ചോദ്യങ്ങളാണ് ചെയ്ത് കംപ്ലീറ്റ് ആക്കിയത്. 42 ചോദ്യങ്ങൾ